ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ സ്റ്റെക്കായി നിൽക്കുന്ന ലെവലിൽ നിന്ന് നമ്മുടെ മുന്നോട്ട് ചിലപ്പോൾ എല്ലാം മറഞ്ഞു നിൽക്കുകയായിരിക്കും. ആ മറയൊക്കെ നീക്കി നിങ്ങളുടെ ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് മാം നിങ്ങൾക്ക് ഈ ഓരോ സെക്ഷനിലും എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ വാക്കുകളും അത്രയും സ്പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരിക്കലും കൈവിടരുത്. കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച റബ്ബ് നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഓരോ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ കൊടുന്നു വരും. ആ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറംകാല് കൊണ്ട് തട്ടിക്കളയാതെ അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുകയാണ്. നമ്മുടെ മാമിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ നമ്മുടെ ക്ലാരിറ്റി കോച്ചായിട്ടുള്ള അതുപോലെ തന്നെ കൗൺസിലർ ആയിട്ടുള്ള 21K ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉള്ള അത്രയും ആരാധകരും അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകളും അച്ചീവ് ചെയ്തിട്ടുള്ള മാമിനെ നമുക്ക് ഈ ഒരു വേദിയിലോട്ട് നമുക്ക് വെൽക്കം ചെയ്യാം. മുബഷിറ മാം, ആർ യു ദേർ? ഹലോ മാം. Yes, dear. Thank you so much. Okay, once again, വെൽക്കം ഡിയേഴ്സ്. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. വീഡിയോയിൽ ഇരിക്കുന്നവരെ ആദ്യം അഭിനന്ദിക്കട്ടെ. ബാക്കിയുള്ളവരോട് നമ്മുടെ ലേഡീസ് മാത്രമാണ് ഇത്രയും സൗകര്യപ്രദമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തതിൻ്റെ പിന്നിലുള്ള രഹസ്യം അത് തന്നെയാണ്. നമുക്ക് തുറന്നു പറയാൻ നമ്മളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ എന്ത് സാഹചര്യത്തിലായാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കാം. നാസി, താങ്ക് യു ഡിയർ. യെസ്, ഈ ഒരു ബ്രേക്കാണ് നമ്മൾ ആദ്യം എടുത്ത് മാറ്റുന്നത്. ഓ ഓക്കെ മാം. ഓക്കെ, എനിവേ ബാക്കിയുള്ളവർ കൂടെ പെട്ടെന്ന് വരുന്ന വിചാരിക്കണോ? നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ വീഡിയോ ഓൺ ആക്കിയിട്ട് വരിക. ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ലൈഫിൽ ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ 100-ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും? നിങ്ങൾ ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് 100-ൽ നിങ്ങൾ എത്ര മാർക്ക്? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ചാറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരട്ടെ. ഒന്നുമില്ലേ? 100-ൽ മാർക്ക് ഒന്നുമില്ലേ? 85. അടുത്ത് പെട്ടെന്ന് വരട്ടെ. ഹാക്കില ഒന്ന് കൊടുക്ക്. ഒന്നുമില്ല, ഉള്ളത് കൊടുത്തു. എത്രയായാലും വേണ്ടിയില്ല, ഉള്ളത് കൊടുത്തു. ഇത് മാറ്റാനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. 82. സത്യമായിട്ട് പറയണം കേട്ടോ, വെറുതെ പറയണ്ട. ഈ മുഹമ്മദ് പി ആരാണ്? അടുത്ത ദിവസം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പേ നിങ്ങളുടെ ലിങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ പേര് കൊടുക്കണം. ഇതിൽ ആരുടെയൊക്കെയോ പേരിലൊക്കെ കയറുന്നവരുണ്ട്. നിങ്ങളുടെ പേരിൽ നിങ്ങളെ കാണാം. ആയിഷ 100 ഉണ്ട്. വെരി ഗുഡ്. ആ മുഖം ഒന്ന് കണ്ടാൽ നന്നായിരുന്നു. ഐഷ മജീദ്. ഓക്കെ, യെസ്, ആയിനോ? തീർച്ചയായിട്ടും മനസ്സിലായി. അത് 100 ഉണ്ടാവും. ആരാണ്? എവിടെയാണോ? എവിടുന്ന് ഒരു മിസ് വിളി. ആ, ഇതാരെയാണ് ഈ പേരെന്ന് പറഞ്ഞത്? നാജിയ? ഹലോ മിസ്റ്റർ. ഷെറിനാണോ? നാജിയ? പേരൊന്ന് പറയൂ. കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ്, ഓക്കെ. 75. പെട്ടെന്ന് വരട്ടെ. ചാറ്റ് ബോക്സ് പെട്ടെന്ന് നിറയട്ടെ. നിങ്ങൾക്ക് 100-ൽ എത്രയുണ്ട് എന്നുള്ളത് പറയൂ. ഇത് കേട്ടിട്ട് വേണം ബാക്കി നിങ്ങളെ 100-ലേക്ക് എത്തിക്കാൻ. യെസ്, 60. അടുത്ത് പെട്ടെന്ന്. ഈ ഷാസ് നിങ്ങളെ പേര് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് തരണം. നല്ലൊരു പേരൊക്കെ ഉണ്ടല്ലോ. ഇത്തയുടെ പേരൊന്ന് പറയോ? മൈക്ക് ഓൺ ചെയ്തിട്ട്. ഓക്കെ, മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കണേ. ആ പറഞ്ഞു. സഫാന. ഓക്കെ, സഫാന. എത്രയാണ് 100-ൽ എത്ര ശതമാനം കൊടുക്കും നിങ്ങളെ ഹാപ്പിനെസ്സിന്? ഒരു 90%. 90% ഹാപ്പിയാണ്. ഓക്കെ, വെരി ഗുഡ്.
ഹഫീഫ ഹഫി എത്ര കൊടുക്കും? ക്യാമറക്ക് പുറകിൽ ഇരുന്നിട്ട് ഒന്ന് പറഞ്ഞേ. അവിടെ ഉണ്ടല്ലോ അല്ലേ, ഓണാക്കിച്ച് പോയിട്ടില്ലല്ലോ. 80%. 80%. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇൻഷാല്ല. എന്തായാലും ഇത് നമുക്ക് 100ലേക്ക് എത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അങ്ങനെ നമ്മൾ അത്രമാത്രം ആ ഒരു ഹൈ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് 100ക്ക് പോകും. വേണ്ട, ഒരു 90, ഈ പറഞ്ഞ ഒരു 90, 92 ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതിന് നമ്മൾ വിചാരിച്ച് നടക്കും. അപ്പൊ നിങ്ങളോട് അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട്? കോൺഫിഡൻസ് ലെവൽ 100ൽ എത്ര മാർക്ക് കൊടുക്കും? പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ചാടി കയറി ഫില്ല് കേട്ടോ. 100ൽ എത്ര കൊടുക്കും? എന്റെ കോൺഫിഡന്റ് കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്. അതാണ് ആകെയുള്ള പ്രശ്നം. ഇതില് കയറാനുള്ള ഏക വിഷയം അതാണ്. ഇൻഷാല്ലാ നല്ല കോൺഫിഡന്റ് ഉള്ള ആളായിരുന്നു, പക്ഷെ ഇപ്പോ കുറച്ചായിട്ട് തീരെ കോൺഫിഡന്റ് ഇല്ല, കുറഞ്ഞ്. ഓക്കെ, നമുക്ക് ശരിയല്ലേ. നോസി ബാക്കിയുള്ള 90, കുറെ പേര് 90 കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വരട്ടെ. എല്ലാരും എത്രയാ? 90, 92. യെസ്, മനസ്സിലാം. ഓക്കെ, ഈ പറഞ്ഞ പോലെ 50ൽ താഴെ കിടക്കുന്നവരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാം. ഒരു കൊതുക് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഞാൻ നിലവിൽ ഇപ്പൊ 50ല് താഴെ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ 50ൽ താഴെ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കേട്ടാ. ഇല്ലാന്ന് വിചാരിക്കണു. അല്ലാതെ 50ന്റെ മുകളിലൊക്കെ കിടക്കുന്ന ആൾക്കാരാണ്. എന്തായാലും നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ള. സെക്കിന മാം 50, അതിന്റെ താഴെ 50 അത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇത് തുറന്നു പറയാനുള്ള മനസ്സാ വേണ്ടത്. നമുക്ക് നമ്മളെ അറിയാന്നുള്ള നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നമ്മളിങ്ങനെ എനിക്കുണ്ട് എല്ലാം തികഞ്ഞിരിക്കുന്നവനെ പോലെ നമ്മൾ ഇരിക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഒട്ടൊന്നുമില്ല എന്നുള്ള മൈൻഡിൽ ഇരിക്കുന്നവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ കുറവ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം, എന്നിട്ട് പറയാനുള്ള ഒരു ധൈര്യം, അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണല്ലോ, അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവർക്ക് ഇവിടെ ഒന്നും കൊടുക്കല്ല. നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ജോലി ആ സമയം കൊണ്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിച്ചിട്ട് വരുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എത്രയോ പേര്, ഇപ്പൊ 21 സംതിങ് ഫോളോവേഴ്സും മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ ഉള്ള നമ്മളെ ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെയൊക്കെ ഈ പോസ്റ്റ് പോയിട്ടുണ്ട്. അത്രയും ആൾക്കാരെ ഇത് കണ്ടിട്ട് എന്തുകൊണ്ട് ഇവിടേക്ക് വന്നില്ല? നിങ്ങളെപ്പോലെ കുറച്ച് പേര് വന്നത് എന്തുകൊണ്ടാ? നിങ്ങളെ ആവശ്യം അതായിരുന്നു എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് എന്തോ ഒന്ന് തേടുന്നുണ്ട്. നിങ്ങൾ ആ തേടിയ സാധനം ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വന്നവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയ്ക്ക് ഉത്തരം ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളും ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ആണ്. നിങ്ങളുടെ വിശ്വാസം അത് എത്ര പെർസെന്റേജ് കൊടുക്കുന്നത്? വിശ്വാസം നല്ല വിശ്വാസമാണ്. നല്ല വിശ്വാസം. മാർക്ക് പറയണം. ഇത് 100ൽ എത്ര കൊടുക്കുന്ന തന്നെ പറയണം. 90, 95. ചോദിക്കട്ടെ, വിശ്വാസം എന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി ഉള്ള വിശ്വാസമാണോ അതോ ഈ പ്രോഗ്രാമിലുള്ള വിശ്വാസമാണോ? വിശ്വാസമല്ല, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിൽ സമർപ്പിക്കുന്ന വിശ്വാസം. അത് 100%. 100%. ഓക്കെ, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാവർക്കും 100 ഉണ്ട്. ഓക്കെ, ഇത്രയും 100% നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ട് എന്താണ്, എവിടെയാണ് നിങ്ങൾ ആ നേരത്തെ ചോദിച്ച ഹാപ്പിനെസ് അങ്ങോട്ട് 90 എത്താന്ന്? എന്തുകൊണ്ടാ? എവിടെയാണ് ആ പാകപ്പിഴവ് സംഭവിക്കുന്നത്? എവിടെയാണ് കുറവ് സംഭവിക്കുന്നത്? എന്താ പറ്റി? അത് നമുക്ക് സ്വയമുള്ള വിശ്വാസക്കുറവ്. ആ സ്വയം വിശ്വാസക്കുറവ് വരുന്നത് എന്തിന്റെ പേരിലാണ്? എന്തെന്നോ ഒരു സാധനമാണല്ലോ നമ്മൾ ആ ഒരു വിശ്വാസം നമുക്ക് ഇങ്ങോട്ട് തരുന്ന. എന്താണത്? അതാണ് എങ്ങനെ? അതാണ് കിട്ടാത്തത്. ആ പോയിന്റ് അവിടെ കിടക്കണം. ആർക്ക് പറയാൻ പറ്റാ എന്തുകൊണ്ടാ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം കുറവാണെന്ന് വരുന്നുണ്ട്? വിശ്വാസം കുറവാന്ന് വരുന്നത് എവിടെന്നാ?
നിങ്ങൾ ഉള്ളുന്ന പണ്ടൊക്കെ എന്തായിട്ട് വരുന്നേ? എവിടുന്നൊക്കെയോ കേട്ട എന്തൊക്കെയോ കമന്റും കാര്യങ്ങളൊക്കെ തലയിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുക. അപ്പൊ ചെയ്യാൻ നോക്കുമ്പോ അതൊക്കെ ഓർമ്മ വരിക. ഓർമ്മ വരിക. ആ ഓർമ്മ എന്ന് പറയുന്ന സാധനം അതെന്താണ്? നമ്മളെ ചിന്ത, അല്ലെ? ചിന്തയാണ്. നമ്മൾ ചിന്തിച്ചു, നമ്മുടെ ചിന്തകൾ. തോട്ടാണ് പ്രശ്നം. ആ തോട്ടിനെ, ഞാനിപ്പോ ഒരു വിത്ത്, ആ വിത്തിനെ ഒരു കുഞ്ഞു തൈ ഇങ്ങനെ മുളച്ചു വരികയെന്ന് വിചാരിച്ചോ. ആ തൈയിന്റെ തണ്ട് ഭാഗമായിട്ടാണ് ഞാൻ ഈ തോട്ടിനെ കണക്കാക്കുന്നത്. ഓക്കെ, ആ തണ്ടാണ് നമ്മളുടെ തോട്ട്, ഈ ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചിന്ത വരുന്നത് എവിടെ നിന്നാ? നമ്മളെ ലൈഫിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹനാൻ എന്നോട് പേരെന്താ? ഹസ്ന. പേര് മാറ്റാൻ കുറെ നേരമായി നോക്കുന്നു, എങ്ങനെയാന്ന് അത് ചേർന്നതിന് മുന്നേ ചെയ്യണം. എങ്ങനെയാ മാറ്റാന്ന് ലിങ്ക് ക്ലിക്ക് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ആവായിട്ട്. കൊടുക്കാനുണ്ടാവും, ആ സമയത്ത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് മുന്നേ നമുക്ക് കിട്ടിപ്പോന്നിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മളെ ചിന്തയുടെ അടിസ്ഥാനം. എവിടെ നിന്നോ കിട്ടിപ്പോന്നുള്ള പല സംഭവങ്ങളും നമ്മൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരുന്നാണല്ലോ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരും, ഉറപ്പാണ്. നമ്മുടെ ചിന്തകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ചിന്തകൾക്ക് അട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആക്ഷൻ, അത് വർക്കായിട്ട് ഒരു രൂപമായിട്ട് നമ്മളെ മുന്നിലേക്ക് വരും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള പവർ നമ്മളെ ചിന്തയ്ക്കുണ്ട്. അങ്ങനെ ഒരു അട്രാക്ഷൻ പവർ ഉണ്ട്. നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും നമ്മളെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് പലരും പറയും വിധിയാണ്, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്റെ വിധിയാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവും. എനിക്ക് മാറ്റമൊന്നും വരുത്താൻ വേണ്ടി പറ്റില്ല, ഞാൻ ഈ ഒരു കുടുംബത്തിൽ ജനിച്ചു വന്നതുകൊണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഫാമിലിക്ക് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എന്റെ ഉപ്പയും ഉമ്മയൊക്കെ ഇവരായതുകൊണ്ട് എന്റെ വിധിയാണത്, ഇതെന്റെ തലവരെയാണ്, അല്ലെ, ഇത് എനിക്ക് മാറ്റാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. വിധിയാണോ ആക്ച്വലി ഇത്? വിധിയാണോ? ഈ വിധി എന്ന് പറയുന്നത് പടച്ചവൻ ഇങ്ങനെ ഒരു മനുഷ്യനെ മാത്രം ഇട്ടിട്ട് നീ നന്നായിട്ട് കഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ മാത്രം ഉപദ്രവിക്കോ? ഒരിക്കലുമില്ല. നമുക്ക് ആ വിധി എന്ന് പറയുമ്പോൾ വിധി എന്ന് പറയുന്ന സൈഡിൽ എന്താ നമുക്ക് പറയാം? നമ്മളെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആർക്കറിയാം? സൃഷ്ടാവിനറിയാം. അതാണ് അവിടെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അത് വിധിയായിട്ട് മാറുന്നത്. അപ്പൊ ചിന്തയാണ് അവിടെ കിടന്ന് ആദ്യം വർക്ക് ചെയ്യുന്ന ഒരു സാധനം. നമ്മളെ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തില്? നമ്മളെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇട്ട് തരുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ നമ്മളെ മുന്നിൽ ഇട്ട് തരുന്നുണ്ട്. നമ്മളെന്ന മനുഷ്യർ അത് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇട്ട് തരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതാണ് നമ്മളുടെ ലൈഫ് തീരുമാനിക്കുന്നത്. അപ്പോ ആ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇട്ടിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റീജിയണലി മതപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജനതയ്ക്ക് പ്രോഫിറ്റിനെ ഇറക്കിയിട്ടുണ്ട്, അല്ലെ? പ്രോഫിറ്റിനെ ഇറക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? സത്യത്തിന് ഇന്നതാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പൊ കുറെ പേര് എന്ത് ചെയ്തു? ആ സത്യത്തിൽ വിശ്വസിച്ചു പോയി. എന്നാൽ കുറെ പേര് വിശ്വസിക്കാത്തവരുണ്ട്. ആ വിശ്വസിക്കാത്തവർ ഫെയിലിയറായി, വിശ്വസിച്ചവര് ആ സത്യം വിശ്വസിച്ച ഒരു ടീമുണ്ട്. അപ്പൊ നമ്മളെ മുന്നിൽ എന്ത് ഇട്ട് തന്നു? ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ട് തന്നു. അത് വേണ്ടവർക്ക് സെലക്ട് ചെയ്യാം, വേണ്ടാത്തവർക്ക് സെലക്ട് ചെയ്യേണ്ട. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളെ വിജയിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മളെ ലൈഫിലും നമ്മളെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇട്ട് തരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്, നമ്മൾ തേടുന്നതിന്റെ ഉത്തരമാണ് നമുക്ക് തരുന്നത്. ആ തേടുന്നതിന്റെ ഉത്തരം നമ്മളെ മുന്നിൽ ഇട്ട് തരുമ്പോൾ നമ്മൾ സംശയിച്ച് നിൽക്കുക. എന്തിന്റെ പേരില്? നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടുള്ള പഴയ അനുഭവങ്ങളുടെ, പഴയ ഓർമ്മകളുടെ, ആരെങ്കിലും പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുടെ പേരില് കോൺഫിഡൻസ് ഇല്ലായ്മയാവാം, പേടിയാവാം, ധൈര്യക്കുറവാവാം, ഞാൻ ചെയ്താൽ ശരിയാവോ, ഇത് പ്രശ്നമാവോ, തെറ്റിപ്പോവോ എന്നുള്ളതിന്റെ പേരിലാവാം നമ്മൾ അത് ചൂസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ചൂസ് ചെയ്യാതിരിക്കുന്നിടത്തോളം എന്താ സംഭവിക്കുന്നത്? നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അത് എടുക്കുന്നില്ല. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുക, അത് പോയി, ആ സാധനം പോയി. എന്നിട്ട് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുക, പഠിച്ചോനെ ഞാൻ ഇത്രയും പറഞ്ഞല്ലേ, എനിക്ക് അത് ഇതാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചോൻ പറയും, എടാ ഞാൻ നിനക്ക് തന്ന്, നീ അത് എടുക്ക് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഒറ്റ കാര്യം ആലോചിക്കാം, നമുക്ക് സമ്പത്ത് വേണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളെ വാതിലിന്റെ മുന്നിലൊന്നും ഇട്ടൊന്നും തരില്ല. നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് സമ്പത്ത് നമ്മളെ മുന്നിൽ ഇട്ടിരില്ല. എനിക്ക് കോൺഫിഡൻസ് ഇല്ല പഠിച്ചോൻ, എനിക്ക് കോൺഫിഡൻസ് കൊണ്ടാന്ന് പറയുമ്പോൾ ഒരു കൊട്ട കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ട് എന്നാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരൂല. അത് ചെയ്യാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങള്, വ്യക്തികള്, ഇതൊക്കെ നിങ്ങളെ മുന്നിൽ ഒരുക്കി തരും. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാന്ന് പറയും.
അത് എടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളാണ് അത് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റിലെ നമ്മൾ തേടുന്ന ഒരു സാധനത്തിന്റെ ഉത്തരം നമ്മളെ മുന്നിൽ വരുന്ന സമയത്ത് അപ്പോഴും നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്, ഇതാണോ എന്നുള്ള സംശയമാണ്. അപ്പൊ നമുക്ക് അവിടെ വിശ്വാസക്കുറവല്ലേ? നമ്മൾ തേടിയതിന്റെ ഉത്തരം നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മളത് ചൂസ് ചെയ്യാത്തതിന്റെ നമ്മുടെ വിശ്വാസക്കുറവല്ലേ? അപ്പം ഇതാണ് പറയുന്നത്, നമ്മളെ ചിന്ത എന്താണോ അതിനനുസരിച്ചാണ്, ഈ ഒരു തോട്ടിനനുസരിച്ചുള്ള ആൻസർ നമ്മളെ മുന്നിൽ എത്തുമ്പോൾ അത് എടുക്കാൻ നമുക്ക് പറ്റണം. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്താണ് നമ്മളെ ലൈഫ് നമ്മൾ എത്രമാത്രം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക. ചിന്തകളാണ് ഇതിലെല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. എവിടുന്നാ ഇപ്പൊ ഈ ചിന്തകൾ വരുന്നേ? ചിന്തകൾ എവിടുന്നാ വരുന്നേ? ഒന്ന് പറഞ്ഞേ. എവിടുന്ന വരുന്ന ചിന്തകള്? നമ്മളെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിന്ന്. ഓക്കെ, അപ്പൊ ഈ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്ത നല്ലതായിക്കൂടെ? എന്തുകൊണ്ടാ കേടായിട്ട് വരുന്നത്? എന്തുകൊണ്ടാ? ചിന്തിക്കുന്നോണ്ട്. അതാണ് അത് അതെ ചിന്തിക്കുന്നോണ്ടെന്നല്ല, ആ ചിന്തിക്കുന്നത് നല്ലത് തന്നെ വന്നൂടെ? നല്ലത് വരാത്തത് കേട് വന്നത് വരുന്ന എന്തുകൊണ്ടാ? ചീത്ത മാത്രം ചിന്തിക്കണതുകൊണ്ട്. ആ ചീത്ത മാത്രം ചിന്തിക്കുന്നതിന്റെ റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ആ ചീത്ത ചിന്തിക്കുന്നതിലേക്ക് നമ്മളെ സൈഡ്, നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നമ്മൾ അതിലേക്ക് പോകാതെ എന്തുകൊണ്ട് നമ്മൾ ഈ സൈഡ് ചിന്തിക്കുന്നത്? ബിക്കോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്താണോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റീൽസ് എന്താണോ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ എന്താണോ, നമ്മളെ കൂട്ടുകെട്ട് എന്താണോ, നമ്മളെ പാരന്റിങ്ങിൽ നിന്ന് കിട്ടിപ്പോന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, നമ്മളെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എന്താണോ, നമ്മളെ ആൻസിസ്റ്റേഴ്സിനെ ഇവരൊന്നും കുറ്റം പറയാൻ വേണ്ടി പറ്റൂല. കാരണം അവർക്കും കിട്ടിയിട്ടുള്ളതൊക്കെ തന്നെയാണ്. അവർ നമുക്കത് തന്നു, നമ്മൾ അതെന്ത് ചെയ്യുന്നു, വരും തലമുറക്കും നമ്മൾ കൊടുക്കുന്നു. ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ മാറ്റൊന്നും സംഭവിക്കുന്നില്ല. നമ്മളിങ്ങനെ നീയൊക്കെ പെണ്ണ, അടങ്ങി ഒതുങ്ങി ഇരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ മക്കൾക്ക് തന്നെ കുരുത്തം കെട്ടവന്, അങ്ങനത്തോനെ ഇങ്ങനത്തോനെ എന്നുള്ള ഡയലോഗ്സുകൾ ഇട്ടിട്ട് നമ്മളും അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോ ഈ നമ്മൾ എന്തിലൂടെയാണോ കടന്നു പോകുന്നത് അതാണ് നമ്മളുടെ ചിന്തയെ സ്വാധീനിക്കുന്നത്. ഈ ചിന്തയെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ഇടപെടുന്ന മേഖലകൾ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ കാണുന്ന റീൽസുകൾ നന്നാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു സമയം ഒരു ടൈം നമ്മൾ റീല് കാണാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ എത്ര ടൈപ്പ് ഓഫ് ഇമോഷൻസാണ് നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്നത് അല്ലെ? ഒരു മുബഷിറ ഫാറൂഖിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു മൈൻഡ് പവർ സെഷൻ ട്രെയിനിങ്ങിന്റെ വീഡിയോസ് നിങ്ങൾ കാണും. അതിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യും, അടുത്ത സാധനം വരും, ആരെയും ഒരാളെ പീഡിപ്പിച്ച കഥയായിരിക്കാം. അത് കഴിഞ്ഞ് അടുത്ത സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആരെയും ഒരാളെ തല്ലിക്കൊന്ന കഥയായിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ട്രോളുകളായിരിക്കാം. അത് കഴിഞ്ഞൊരു ഡാൻസ് ആയിരിക്കാം, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ട്രിപ്പ് ആയിരിക്കാം. ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ മുന്നിൽ. ഈ സമയത്ത് നമ്മളെ ചൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളതിലാണ് നിങ്ങളെ തന്നെ അഭിനന്ദിക്കേണ്ടത്. ബിക്കോസ് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഒരു മാറ്റം വേണം എന്നതിൽ നിന്ന് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കടന്നു പോയത് കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് ഇവിടെ ഇത്രയും പേരിൽ 150 അടുത്ത ആളുകൾ ഉണ്ടായിട്ട് ഇത്രയും പേര് ഇവിടെ വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളാണ് അതിന്റെ യഥാർത്ഥ ഡിസിഷൻ എടുത്തത്. മറ്റുള്ളവര് കിട്ടുന്ന ലിങ്കിലൊക്കെ കയറുന്നവരായിരിക്കും, ഇവിടെ എന്തെങ്കിലും വെറുതെ കൊടുക്കണോന്ന് അറിയാൻ വേണ്ടി എല്ലാ ലിങ്കിലും കയറുന്നവരായിരിക്കും. അതിൽ നിന്നും നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്ത് അവസാനം കിട്ടുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മള് അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. പണം കൊടുക്കാതെ ഒന്നും അത്ര പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. വെറുതെ കൊടുക്കുന്നതിന് അത്രമാത്രം വാല്യൂ ഉണ്ടാവില്ല. നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ല ഒരു സാധനം നല്ല പൈസ കൊടുത്ത് അടിപൊളിയായിട്ട് ക്യാഷ് കൊടുത്തിട്ടുള്ള ഒരു സാധനം വാങ്ങിച്ച്, എന്നാ ആരോ ഒരാൾ വെറുതെ കൊണ്ടുവന്ന ഒരു സാധനം നിങ്ങളെ വീട്ടിലുണ്ട്. മക്കള് ഒന്നെടുത്ത് കേടുവരുത്തി, ആ വെറുതെ കിട്ടിയ സാധനമാണ് കേടുവരുത്തിയെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പുറത്ത് മറ്റാൾ എന്ത് ചെയ്തു, പൈസ കൊടുത്ത സാധനം കേട്ടിരുത്തി. 2 കുട്ടികളും 2 സാധനം പൊട്ടിച്ച്. ഏതിനായിരിക്കും നിങ്ങൾക്ക് നല്ല ദേഷ്യം തോന്നാം? പൈസ ഏട്ടാ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേന്ന് പറയും അല്ലെ?
മറ്റു നമുക്ക് അത്ര മൈൻഡ് ഉണ്ടാവില്ല. അപ്പൊ പൈസ എന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അത് നമ്മൾ കൊടുക്കുമ്പോ നമുക്ക് കിട്ടുന്ന സാധനത്തിനും വാല്യൂ കൂടും. അപ്പൊ നമ്മൾ അവിടെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ അവിടെ ആ ഒരു സാധനത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതും അതിനെ നമ്മൾ സ്നേഹിക്കുന്നതും അതിനെ ഗ്രേറ്റ്ഫുൾ ആവുന്നതും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആയിരിക്കും. സോ അതിന്റെ റിസൾട്ട് നമ്മളെ ലൈഫിലുണ്ടാവും. ഇതാണ് വ്യത്യാസം വെറുതെ കിട്ടുന്നതിന്റെയും പൈസ കൊടുക്കുന്നതിന്റെയും. ഓക്കെ, അപ്പൊ പൈസ കൊടുത്തിട്ട് തന്നെ വേഗം കോഴ്സിൽ ജോയിൻ ചെയ്തോളി. അടിപൊളിയായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ നമ്മളെ ചിന്തയുടെ ആ ഒരു ടേണിംഗ് പോയിന്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ റീൽസ് കാര്യങ്ങളൊക്കെ നമ്മളെ ചിന്തേനെ സ്വാധീനിക്കും. അപ്പൊ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിന്തേനെ മാറ്റം വരുത്തണം. നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ, ഇനി എൻ്റെ അടുത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല, ഇന്ന് കെട്ടിയോ വീട്ടിലേക്ക് വരുമ്പോ ഇതുവരെ ഉണ്ടായി നാളെയല്ല ഞാൻ അടിപൊളിയായിരിക്കും, ഇന്ന് മുതലേ ഞാൻ മക്കളോട് മോശമായിട്ട് ഒരു കാര്യം പറയില്ല, ഞാൻ സൂപ്പർബായിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് മാറും, തീരുമാനങ്ങൾ എടുത്തു. വൈകുന്നേരമായി മക്കള് വീട്ടിലേക്ക് വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, തനി സ്വരൂപം പുറത്തെടുക്കും അല്ലെ. ഹസ്ബൻഡ് ഒന്ന് വന്ന ആ പഴയ ആ സാധനങ്ങൾ പുറത്തു വരും. എന്താ സംഭവിക്കുന്നേ? നമ്മളെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, മാറണം എന്ന് ആഗ്രഹമുണ്ട്, ആ പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ആ ചിന്തേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ അറിയാതെ വീണ്ടും പഴയ സാധനം തന്നെ കയറി വരികയാണ്. എവിടെ നിന്നാണ് അപ്പൊ അതിന്റെ റൂട്ട് കോസ്? ആ ചിന്തേനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ തണ്ടില്ലേ, ആ തോട്ടിലെ തണ്ട്, അത് വന്നത് എവിടെ നിന്നായിരുന്നു? ഒരു സീഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു റൂട്ടിൽ നിന്നാണ്. ആ റൂട്ടിലാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പൊ ഏതാണ് നമ്മളുടെ ആ തോട്ട് വരുന്ന റൂട്ട്? ഏതായിരിക്കും? എവിടെ നിന്നാ ചിന്ത വരുന്നേ? ബ്രെയിൻ. കുറച്ചുകൂടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്. ആരാണ് ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഓക്കെ, നമ്മുടെ മൈൻഡിലാണ്, മനസ്സെന്നാന്ന് പറയാം സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തയാണ് ഇതിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ മനസ്സാണ് നമ്മൾ ആദ്യം റെഡിയാക്കേണ്ടത്. ഇപ്പൊ ഒരു ടാങ്കില് നിങ്ങൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചു, ആ ടാങ്കിലേക്ക് വെള്ളം വന്നിരിക്കുന്നുണ്ട്, എവിടെ നിന്നോ നിങ്ങൾ അതിലേക്ക് പൈപ്പ് ഇട്ടെടുത്തിട്ടുള്ള വെള്ളമാണ്, അതാകെ കലക്കി മറിഞ്ഞ വെള്ളമാണ്. നിങ്ങളെ ടാങ്കും എന്ത് ചെയ്തു, ആ വെള്ളം അതിൽ പിടിച്ചിരുന്നിട്ട് കുറച്ച് നാള് കഴിഞ്ഞപ്പോ ആ ടാങ്കും ആകെ വൃത്തികേടായി. നിങ്ങളെ വീട്ടിലെ ടാപ്പ് തുറക്കുമ്പോൾ വരുന്നത് മുഴുവൻ എന്താണ്? ഈ ടാങ്കിലെ വെള്ളം, ആ കറ പിടിച്ച ചളി പിടിച്ച വെള്ളമാണ്. നിങ്ങളൊരു പ്ലംബറൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ പൈപ്പൊക്കെ മാറ്റി പുതിയ പൈപ്പൊക്കെ വെച്ചു, വല്ല മാറ്റം സംഭവിക്കുമോ? ആ വെള്ളം നന്നാക്കാതെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ആ ടാങ്കാണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. എന്നതുപോലെ നമ്മളെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന്റെ ഉള്ളിലുള്ള ചളീനെ, ആ മനസ്സിൽ പിടിച്ച കറയനെയാണ് ആദ്യം തുടച്ചു നീക്കേണ്ടത്. അത് നന്നാക്കുമ്പോഴാണ് നമ്മൾ തൊട്ട് നന്നാവുക. എനിവേ, ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്ന നദി. ആ നദിയിൽ ഫുള്ള് കച്ചറ വെള്ളമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ അടുത്തൊക്കെ ബോട്ട് മറിഞ്ഞു, മീനൊന്നും പിടിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ കണ്ടിരുന്നു അല്ലെ, ചരക്ക് കപ്പൽ മറിഞ്ഞിട്ടും ഒക്കെ ആകെ അതിലിങ്ങനെ എന്ത് ചെയ്ത് ആ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ കടലിൽ നിറഞ്ഞു. ഇതേപോലെ ഒരു ഒഴുകുന്ന നദിയിൽ, മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിറച്ച് കച്ചറയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ആൾക്കാർ കൂടി ആ കച്ചറയൊക്കെ പെറുക്കി മാറ്റി. പക്ഷേ അതിൽ നിന്ന് വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഉപയോഗിക്കലൊക്കെ തുടങ്ങി. എത്ര എന്ന് വെച്ചിട്ടാ ഫിൽട്ടർ ചെയ്യാം? എത്ര എന്ന് വെച്ചിട്ട് അതിൽ നിന്ന് കച്ചറ ഒഴിവാക്കുക? സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ നദിയുടെ റൂട്ട് കോസ് തേടിപ്പോണം, അതിന്റെ ഉറവ വരുന്ന ഭാഗം തേടിപ്പോകും അല്ലെ. ആ ഉറവ എപ്പോഴും എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളെന്ന മനുഷ്യനിലെ നമ്മളുടെ ആ ഒരു മൈൻഡ് സോഴ്സ് ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല പ്യൂർ ആയിട്ടുള്ള മൈൻഡ് ആയിരുന്നു. പക്ഷെ ഇതുപോലെ ഈ പുഴയുടെ ആ ഉറവയുടെ ഭാഗത്ത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഉറവയുടെ സൈഡിലൊക്കെ ആരൊക്കെയോ കച്ചറ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ അതിന്റെ സൈഡിലൊക്കെ കുറെ ആളുകൾ കച്ചറ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാലിന്യങ്ങളാണ് ഈ വെള്ളത്തിലൂടെ ഒഴുകി വന്നിട്ട് മോശമായിട്ടുള്ള അഴുക്കായിട്ടുള്ള വെള്ളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മളെ മനസ്സിലെ നമ്മളുടെ പ്യൂർ ആയിട്ടുള്ള മൈൻഡ്, ആ മൈൻഡിന്റെ
മൈൻഡില് നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആളുകള് അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സ്, നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മളുടെ ടീച്ചേഴ്സ്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങള്, നമ്മൾ കാണുന്ന വീഡിയോസ്, നമ്മൾ കാണുന്ന റീൽസുകള്, ഇതെല്ലാം കൂടെ നമ്മളെ സ്വാധീനിച്ചിട്ട് ഇതുപോലത്തെ കച്ചറകള് പല ഭാഗത്തും നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കച്ചറയാണ് നമ്മളുടെ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായി? ഈ കച്ചറ മുഴുവൻ ഇട്ടിട്ട് നമ്മളെ മനസ്സെന്ന ടാങ്ക് ആകെപ്പാടെ വൃത്തിയെടുക്കും. ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധമായ ഒരു വെള്ളം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിചാരിച്ചു. ആ ശുദ്ധമായ വെള്ളത്തിലേക്ക് നല്ല പ്യോർ വാട്ടർ ആണ്, അതിലേക്ക് ഒരൊറ്റ നമ്മുടെ ഈ ഉജാല ഉണ്ടല്ലോ, ആ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? എന്തോ ഉജാലന്റെ നീല കളറാവും അല്ലെ? അപ്പൊ പ്യോർ വാട്ടർ ഇവിടെ പോയി, അതിന്റെ കളർ മാറി അല്ലെ? അതിലേക്ക് എന്തോ ഒരു കൂട്ടുകാരൻ, ഒരു മോശമായിട്ടുള്ള, നിങ്ങൾ വിചാരിച്ചോ അപ്പൊ ഉജാല എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ എന്ന പ്യുവർ ആയിട്ടുള്ള ഗ്ലാസ്സിൽ ഉള്ള വെള്ളം അത് നിങ്ങളാന്ന് വിചാരിച്ചു. നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ഉജാല നിങ്ങളെ കൂടെ കൂടി എന്തായി? കുറെ നെഗറ്റീവ് തോട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇടം, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നീ വെറുതെയാണ് ഇതൊക്കെ പഠിക്കാൻ പോകുന്നത്, ഇതുകൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കേടെടുത്തി എന്ത് ചെയ്തു? മെല്ലെ നിങ്ങളിലേക്ക് അവന്റെ സ്വഭാവങ്ങളും അവന്റെ ചിന്തയൊക്കെ നിങ്ങളിലേക്ക് ഇങ്ങനെ പകർന്ന് തന്ന് ആ നീല വെള്ളം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുക്കിയപ്പോ എന്തായി? നമ്മളെന്ന പ്യോർ വാട്ടർ ആ ഉജാലയുടെ കളറായിട്ട് മാറി. നമ്മളുടെ സ്വഭാവം ആ കൂട്ടുകാരന്റെ സ്വഭാവം അല്ലേ? ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകവും മണക്കും അല്ലെ? എന്ന പോലെ നമ്മളുടെ കൂട്ടുകെട്ടും നമ്മളുടെ ചിന്തകളും എല്ലാം സ്വാധീനിക്കുന്നത് എന്താണ്? നമ്മുടെ ചിന്തേനെ സ്വാധീനിക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ടാവാം, നമ്മളുടെ പാരമ്പര്യങ്ങളാകാം, നമ്മൾ പഠിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ആകാം, നമ്മൾ കാണുന്ന വീഡിയോസ് ആകാം, പുസ്തകങ്ങളാവാം, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സോ ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ഈ ഒരു ടൈപ്പ് ഓഫ് എന്തെങ്കിലും നിങ്ങളുടെ ബിഹേവിയറിൽ വരുത്താൻ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കുക. പക്ഷെ നമുക്കൊരു കാര്യം, ഈ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ പാരന്റിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിപ്പോന്നിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റൂലേ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്യാം. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിപ്പോന്നിട്ടുള്ള ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടിപ്പോന്നുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു 80% നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിപ്പോന്നുള്ള സംഭവങ്ങളായിരിക്കും. അത് നമുക്ക് മാറ്റാൻ പറ്റൂലേ? സുഹൃത്താ, ഒന്നുമേ കേൾക്കുന്നില്ല, ഞാൻ ഓഫ് ആക്കിങ്ങളെ. നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് പറയും. ഓക്കെ, ബാക്കിയുള്ളവർക്കൊന്നും പറയാനില്ല. നമ്മളെ സ്വാധീനിക്കുന്നുണ്ടല്ലേ? മാറ്റം വരുത്താൻ പറ്റുമോ? സ്വാധീനിക്കുന്നുണ്ട്, മാറ്റം വരുത്താൻ വേണ്ടി പറ്റുമോ? പറ്റും. ഓക്കെ, സെക്കൻഡ് മാം പറഞ്ഞു പറ്റും. ബാക്കിയുള്ളവർക്ക് എന്താണ് ഇനി ഡൗട്ട്? പറ്റും. ഓക്കെ, മാറ്റാൻ പറ്റും. എങ്ങനെയാ നമുക്ക് മാറ്റാം? നമ്മളത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു സെഷനാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു കടൽ പോലെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളുടെ ഉള്ളിൽ നമുക്ക് കിട്ടിപ്പോന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്തകളെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരുപാട് വാക്കുകള് അല്ലെ? എന്താണ് ഈ തള്ളക്കൈയിലോണ്ട് എന്താണ് സെജീറ മാം അങ്ങനെ ഒരു ചൊല്ലക്കില്ലേ? തള്ളക്കൈയിൽ ഇളക്കണടുത്ത് കുഞ്ഞിക്കൈയിൽ ഇളക്കണ്ടെന്നോ അങ്ങനെയൊക്കെ പറയല്ലേ പണ്ടൊക്കെ അല്ലെ? ഞാൻ കുട്ടിയിരുന്ന സമയത്ത് നമ്മളിങ്ങനെ വീട്ടില് മുതിർന്നവര് സംസാരിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് എന്താ പറഞ്ഞേ എന്ന് ചോദിക്കാൻ പോയാൽ കേൾക്കുന്ന ഒരു ഡയലോഗ് ആയിരുന്നു, തള്ളക്കൈയിൽ ഇളക്കണടുത്ത് കുഞ്ഞിക്കൈയിൽ ഇളക്കണ്ടെന്ന്. അപ്പൊ ഉണ്ടാവുന്ന ഒരു അത് ഞാൻ എന്റെ ഉമ്മന്റെ അടുത്ത് പറയും, അന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങള് നമ്മളെ ഉള്ളില് വല്ലാതെ അതിങ്ങനെ വല്ലാതെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്താ ഇപ്പൊ നമുക്ക് പറഞ്ഞാല്, എന്താ നമുക്കും കൂടെ അത് കേട്ടാല്, വീട്ടിൽ പറയുന്ന കാര്യം എന്താ നമുക്കും കൂടെ അറിഞ്ഞാല്, ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ ഉള്ളിൽ പല വാക്കുകളും ഇങ്ങനെ കയറി കിടന്നിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. അപ്പൊ ഈ ഇവിടെ കിടക്കുന്ന പ്രശ്നത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഒരുപാട് അതിന് നമുക്ക് ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ സപ്പോർട്ടോട് കൂടെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ആക്കി എടുക്കാം. എനിവേ, നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ചിന്തകളുടെ ഫലമായിട്ടാണ് നമ്മളുടെ പേടി, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ, സ്റ്റേജ് ഫിയർ,
പിന്നെന്താ, കുറെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഡ്രൈവിംഗ് പഠിച്ചു, പകുതി കിട്ട് സ്റ്റക്കായി, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ചിന്തകളുടെ ഫലമായിട്ട് വരുന്നതാണ്. ഈ ചിന്തകള് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഈ കോൺഫിഡൻസ് ഇല്ലായ്മ എന്താണ്? കോൺഫിഡൻസ് ഇല്ലായ്മ എന്താ? അതൊരു സ്റ്റേറ്റ് ആണോ? അല്ല, ഇറ്റ്സ് എ തോട്ട്, ചിന്തയാണ്. എങ്ങനെയാണ്? ഞാനിത് ചെയ്താൽ ശരിയാവും, ഇപ്പൊ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക, തെറ്റു. ഈ ഒരു ചിന്തയാണ് ആ കോൺഫിഡൻസ് ഇല്ലായ്മയ്ക്ക് കാരണം. ആ ചിന്ത മാറ്റി കഴിഞ്ഞാൽ അത് ശരിയാവും, അല്ലെ? എനിക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടമാണ്, ആ ഇഷ്ടമാണ് എനിക്ക് പ്രണയമായിട്ട് മാറുന്നത്. എനിക്ക് ഒരാളെ ഭയങ്കര ദേഷ്യമാണ്, അയാളെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ് എനിക്ക് അയാളോട് വെറുപ്പായിട്ട് മാറുന്നത്. എനിക്ക് തവളേനെ കണ്ട പേടിയാണ്, ആ തവളയെ കാണുന്ന പേടി പണ്ടെന്നോ ആരോ എന്റെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുള്ള ഒരു തോട്ടാണ്. ആ സാധനമാണ് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്റെ മക്കൾക്ക് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് എ തോട്ട്. ഈ തോട്ടിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ സാധ്യമാണ്. ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്ക് ആകുന്ന, സീഡ് ആകുന്ന ആ മൈൻഡിനെ ക്ലിയർ ചെയ്യാണ് വേണ്ടത്. അപ്പൊ എങ്ങനെയാ നമുക്ക് നമ്മളെ മൈൻഡിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും? ഈ മൈൻഡിന്റെ പവറിനെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? മൈൻഡ് പവറിനെ കുറിച്ച് വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? മൈൻഡ് പവറിനെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? മൈൻഡ് പവറിനെ കുറിച്ച് വിശ്വാസമുണ്ട്. മൈൻഡ് പവറിനെ കുറിച്ച് വിശ്വാസമുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ വെറുതെ സൈലന്റ് ആയിട്ടിരിക്കരുത്, നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോഴേ നല്ല രസമുള്ളൂ. ഇങ്ങനെ ചർച്ച ചെയ്തു പോകണം. വിശ്വാസം ഉണ്ടോ? വിശ്വാസമുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് വിചാരിക്കുകയാണ്, ഞാൻ കൃത്യം 4 മണിക്ക് ഉണരണം, 4 മണിക്ക് ഉണരണം. നമ്മൾ അലാറം ഒന്നും വെക്കുന്നില്ല, മൈൻഡിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എനിക്ക് 4 മണിക്ക് ഉണരണം. 4 മണി കറക്റ്റിന് നമ്മൾ ഉണരാറില്ലേ? അലാറം വെക്കാതെ പോലും നമുക്ക് ഉണരാൻ സാധിക്കാറുണ്ട്, അല്ലെ? നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് പോട്ടെ, കറക്റ്റ് 4 മണിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ 4 മണിക്ക് ഉണർന്ന് നിങ്ങൾ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് 4 മണിക്ക് നിങ്ങൾ ഉണർന്നിട്ടുണ്ടാവും. ആരാ നിങ്ങളെ വിളിച്ചുണർത്തിയത്? അത്രയും കൂർക്കം വലിച്ച് ഉറങ്ങിക്കിടന്ന നിങ്ങളെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ആരാ വിളിച്ചുണർത്തിയ? സമയം 4 മോളെ എണീക്ക് എന്ന് പറഞ്ഞത് ആരാ? ചില സമയത്തൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉള്ളിലിങ്ങനെ പറയും, എണീക്ക്, മതി മതി, നിന്റെ ലക്ഷ്യത്തിലേക്ക് നിനക്ക് പോവണ്ടേ, കിടന്ന് ഉറങ്ങണ്ട, എണീക്ക് എന്നുള്ള ടൈപ്പിൽ നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് എവിടുന്നാ വരുന്നത്? നമ്മളെ ഉള്ളിൽ നമ്മൾ അത്രയും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയിട്ടും നമ്മളുടെ ഉള്ളിൽ കണ്ണ് തുറന്ന് കിടക്കുന്ന, ഉറങ്ങാതെ കിടക്കുന്ന ഒരു നമ്മളുണ്ട്. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ഇന്റൻഷൻ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. മമ്മൂട്ടി ഇല്ലേ? മമ്മൂട്ടി ഫാൻസ് ഉണ്ട് അവിടെ? ശരി, മമ്മൂട്ടി ഫാൻസ് ആണ്. ഓക്കെ, യെസ്. ഈ മമ്മൂക്ക അങ്ങനെ ഒരു ഇൻബോൺ ക്യാരക്ടർ അല്ല. എന്നാൽ ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടൻ ഫാൻസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഉണ്ടാവില്ലേ? രണ്ടാർക്കും സങ്കടം വേണ്ട. ഓക്കെ, ലാലേട്ടൻ എന്താണ്? ഇൻബോൺ ആണ്, ജന്മനാ ആക്ടിങ് കഴിവ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ മമ്മൂക്ക ലോയർ ആയിരുന്നു. അതിൽ നിന്ന് മമ്മൂക്കയുടെ പാഷനാണ്. എനിക്ക് ആഗ്രഹമുണ്ട് മമ്മൂക്കയ്ക്ക് എന്ത് അഭിനയിക്കണം എന്ന്. അന്ന് മമ്മൂക്ക പറയാറുണ്ടായിരുന്നു, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് തന്റെ ശബ്ദം, ആ പാറപ്പുറത്ത് ഒരച്ച പോലത്തെ ശബ്ദം അഭിനയത്തിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് തട്ടി നീക്കിയിട്ടുണ്ട്. പലതവണ പല അവസരങ്ങൾ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടെടുത്ത് നിന്ന് ഇന്ന് ലോകത്ത് 10 ബെസ്റ്റ് ആക്ടേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരാൾ മമ്മൂക്കയാണ്. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മവിശ്വാസം, അദ്ദേഹം മൈൻഡിന് കൊടുത്ത ആ പവർ, അതാണ് ഇന്ന് അത്രയും ഒരു സെലിബ്രിറ്റി മോഡിലേക്ക് എത്തിയിട്ടുള്ളത്. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ യുവത്വം നിലനിർത്തുന്നതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയുന്ന ഒരു ഡയലോഗാണ്, അപ്ഗ്രേഡ് അപ്ഗ്രേഡ് അപ്ഗ്രേഡ്. എപ്പോഴും നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ തോട്ട് മാറുകയാണ്. പുതിയ ചിന്തകള്, നല്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ ചിന്തകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട് പവർഫുൾ ആവുന്നതോടുകൂടെ നമ്മളെ മനസ്സിന്റെ പവർ കൂടെ വർദ്ധിക്കും. അത് നമ്മളെ മനസ്സിനെ, ആ മനസ്സ് നമ്മളെ ബോഡിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ റിയൽ എക്സാമ്പിൾ ആണ് മമ്മൂക്ക, അല്ലെ?
നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങളിങ്ങനെ എനിക്കിനി പറ്റില്ല, ഞാൻ വല്ലാതെ ടയേർഡാണ്, എന്റെ ശരീരം കൊണ്ട് ആകെ വേദന എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഷെജീറ മാം അന്നത്തെ ദിവസം നിങ്ങളെ മുഖം കാണാൻ? ഈ ഭംഗി ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഒന്നിനും ആ വയ്യ. ഒന്നിനും വയ്യ എന്നുള്ള അഫർമേഷൻ കൊടുത്ത് നമ്മളെ ബോഡിക്ക് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറാറുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കും, എന്തേ മോളെ എനിക്ക് പറ്റിയേ, ഈ വല്ലാണ്ടിരിക്കണല്ലോ, എന്റെ കണ്ണും തടൊക്കെ ആകെ കറുത്തിട്ടുണ്ടല്ലോ, എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണേ, വല്ല അസുഖം ഉണ്ടോ എനിക്ക് എന്ന് ചോദിക്കും. എന്താ കാര്യം? നമ്മുടെ ഉള്ളിന് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, എനിക്ക് പറ്റണില്ല, ഞാൻ മോശമാണ്, എന്നെ കാണാൻ കൊള്ളൂല എന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊടുത്ത് നിങ്ങളുടെ ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുൾ ആണ്. മനസ്സിന് എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക നമ്മളെ ബോഡി. സോ ചിന്തേനെ മാറ്റി നമ്മളെ മൈൻഡിന്റെ ആ സീഡിനെ, ആ റൂട്ടിനെ നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ട്രെയിനിങ് ആവശ്യമായിരിക്കാം. ആ പവർഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിലൂടെ ട്രെയിൻ ചെയ്ത് നിങ്ങളെ തോട്ടിനെ ട്രെയിൻ ചെയ്യുന്നു, നിങ്ങളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ നിങ്ങളെ ഒരു ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ? നിങ്ങൾ ആരോ ചങ്കില് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഉള്ളില് ഈ കയറിക്കൊണ്ടിരിക്കുന്ന പഴയ ചിന്തകളില്ലേ, പണ്ടൊന്നും കിട്ടിയിട്ടില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോസിൽ നിന്നും ബുക്സിൽ നിന്നും നമ്മൾ ആൻസിസ്റ്റേഴ്സിൽ നിന്നൊക്കെ കിട്ടിപ്പോന്നിട്ടുള്ള ഈ ചിന്തകളെ കട്ട് ചെയ്യുക. ആ ചിന്തനെ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ ചിന്തകൾ അവിടെ റീബിൽഡ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ തോട്ടില്, ആ തോട്ട് പ്രോസസ്സിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ, നല്ല ചിന്തകൾക്ക് ഉടമയായിട്ട് മാറാൻ നമ്മുടെ ചിന്തകൾ പഴയ കുറെ സാധനങ്ങളുടെ ഉള്ളില് അതിനൊന്ന് മാറ്റാം. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ജസ്റ്റ് കണ്ണടിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു 2 പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യാം, എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. യെസ്, നന്നായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഡീപ് ബ്രീത്ത് എടുക്കുക. എന്നിട്ടൊന്ന് വളരെ സാവധാനം, ഒരു സ്ട്രെസ് ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് തോട്ട് എന്താ? നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താ? നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഫസ്റ്റ് ചിന്ത. സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താ? സ്റ്റേജ് ഫിയർ, ഒരു സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത എന്താ? ഒരുപാട് ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താ? യെസ്, ഓക്കെ, കം ബാക്ക്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളെ ചിന്തകള്? ഈ ഫസ്റ്റ് കിട്ടിയ ചിന്തയല്ലേ, നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങോട്ട് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ സ്റ്റേജ്, ആൾക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വന്നിട്ടുള്ള ചിന്തയില്ലേ, അതാണ് റിയാലിറ്റി, അതാണ് നിങ്ങൾ. ആ ചിന്തയെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റണം. അത് ബാഡ് ആയിരുന്നുവെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കാത്ത ടൈപ്പ് ഓഫ് ചിന്തയായിരുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ മാറ്റിയിരിക്കണം. സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ എങ്ങനെ പോ അല്ലേ, വല്ല എന്താ വിചാരിക്കുക, നടക്കുവോ, ഈ ഒരു സാധനം വരും. കുറെ ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഭയങ്കര ധൈര്യം. എന്നാലും ഒരാൾ പറയണ്ടായി, ഗ്രൂപ്പിനിടക്ക് കയറിയിട്ട് ഞാൻ ചെറുറോ സംസാരിക്കും, ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത പേടിയാ. എവിടെന്നാ ഈ സാധനം വരുന്നേ? നമ്മൾ കൊടുക്കുന്ന ചിന്തയാണ്. ആ ചിന്തയെ മാറ്റം വരുത്താൻ നമുക്ക് പറ്റണം. ഈ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ തവണ നിങ്ങൾ ആ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റേജിലേക്ക് കയറി മതി, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് പുലിയായിരിക്കും. ആ ഫസ്റ്റ് ടൈം ബ്രേക്ക് ചെയ്യാനാണ് ഇത്തിരി പ്രയാസം. അതിനാണ് നമ്മളെ തോട്ടിനെ നമ്മൾ അവെയർ ആക്കണം, തോട്ടിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. നമുക്ക് എന്താണ് ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം?
എന്താണോ നിങ്ങൾ അവിടെ ചിന്തിക്കുന്നത്, സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അത് നിങ്ങളെ മൈൻഡിൽ കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? അത് റിപ്പീറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തില് 35,000 മുതൽ 70,000 ചിന്തകൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്, ഒറ്റ ദിവസം. ആ ഒരു ദിവസമുള്ള ചിന്തകളിൽ 80% ചിന്തയും വരുന്നത് റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. ഇന്ന് നിങ്ങൾ എന്താ ചിന്തിച്ചേ അതാ നിങ്ങൾ നാളെ ചിന്തിക്കാൻ പോകുന്നത്, നാളെ നിങ്ങൾ എന്താ ചിന്തിച്ചേ അതാ മറ്റന്നാളെ ചിന്തിക്കാൻ പോകുന്നത്. അതിൽ 80% റിപ്പീറ്റഡാ. നമ്മൾ സാധാരണക്കാര് മനുഷ്യരെ, ഞാനും നിങ്ങളൊക്കെ ആ സാധാരണക്കാരുടെ ഇടയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ 80% ചിന്തകളില് റിപ്പീറ്റ് തോട്ടില് ആദ്യത്തെ 10 തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യത്തെ 10 തോട്ട്? എന്നെ കൊണ്ടൊന്നും നടക്കൂല, മക്കളെ അവസ്ഥയൊക്കെ പിന്നെ എന്താന്നാവോ അല്ലെ, മക്കൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാവോന്നാവോ, എന്തൊക്കെയാന്നാവോ എന്റെ ഭാവി കാര്യങ്ങള്, ഇങ്ങനെ തുടങ്ങി കുറേ സാധനങ്ങൾ അല്ലെ നമ്മളെ ഉള്ളിൽ കിടന്നു വരും. ആദ്യത്തെ 10 ചിന്ത ഇതാണ് ആദ്യത്തെ 10 ചിന്ത എങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നത്. ഇത് റിപ്പീറ്റ് വരുന്ന സമയത്ത് ലൈഫിൽ അത് റിയാലിറ്റി ആയിട്ട് സംഭവിക്കും. ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട്. ഈ ചിന്ത നമ്മളെ ലൈഫിൽ അത് സത്യമായിട്ട് സംഭവിക്കും. നമ്മളെ ലൈഫിനെ ട്യൂൺ ചെയ്തെടുക്കുന്നത് നമ്മളെ ചിന്തയാണ്. അപ്പൊ ഈ ചിന്തയെ നമ്മൾ മാറ്റുക. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പഴയ ചിന്തേനെ കട്ട് ചെയ്തിട്ട് പുതിയ ചിന്തേനെ അവിടെ റീബിൽഡ് ചെയ്യുക. എന്താണ് എൻ്റെ ഉള്ളിലെ പ്രശ്നം, ഞാൻ ഇത് ചിന്തിക്കുമ്പോൾ എന്താണ് എന്നെ അസ്വസ്ഥമാക്കുന്നത്, ആ ചിന്തേനെ നിങ്ങൾ ഓപ്പോസിറ്റ് ചെയ്യുക. അത് നിങ്ങൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മളെ തോട്ടിനെ നമ്മൾ മാറ്റിയെടുക്കുന്നതിലൂടെ നമ്മളെ ലൈഫിൽ നമുക്ക് മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കും. ഒരുപാട് ചേഞ്ചസ് നമ്മളെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, നമ്മൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് ബോഡി പെയിൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, ഇറ്റ്സ് അഫർമേഷൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഫർമേഷൻസുകളാണ്. ഈ വാക്കുകൾ ഉണ്ടല്ലോ നമ്മളെ ചിന്തയിലേക്ക് കയറിയിട്ട് അത് തന്നെയാണ് നമ്മളെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എത്ര വയ്യെങ്കിലും നിങ്ങൾ പറ, ഐ എം ഹെൽത്തി, ഞാൻ ഓക്കെ ആണ്, എനിക്ക് ഇത്രയും ആരോഗ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നില്ലേന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചിട്ട് പറ. നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങളെ രോഗമൊക്കെ മാറും, നിങ്ങളെ ഹെൽത്തി ആയിട്ടിരിക്കും. ഷജിറ മാം, നിങ്ങൾ ആരോഗ്യം തിരിച്ചു പിടിക്കണ്ടേ? തീർച്ചയായിട്ടും. ദൈവം പോലും പറയുന്നുണ്ട്, നിങ്ങള് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാനെന്ന്, അല്ലെ? നമ്മൾ 1000 മനുഷ്യരെ 1000 രൂപത്തിലാണ് ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ ഈ 1000 പേരിലും ദൈവം പ്രത്യക്ഷപ്പെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നിങ്ങൾ പറയണം എനിക്കെന്നും പരീക്ഷണമാണ്, എനിക്കെന്നും പ്രശ്നമാണ്, എനിക്കെന്നും പ്രയാസമാണ് എന്നാ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ദൈവം പോലും ചിന്തകളുടെ മേൽ ഇത്രയും മാത്രം പറയുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ചിന്തകൾ മാറ്റേണ്ടത് നമ്മൾ തന്നെയല്ലേ? ആ ചിന്തയെ മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കില്ലേ? അതുപോലെ ഇനിയും നമുക്ക് ആ ചിന്തകളുടെ കാര്യത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ അപ്പോഴും വിധിയാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നവരുണ്ടോ? വിധി കൊണ്ടാണ് ഇതായത് എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഇതൊക്കെ സംഭവിച്ചതുകൊണ്ടൊന്നല്ല, ചിന്തയൊക്കെ എന്ത്, അതൊന്നും അല്ല, ഇതെന്റെ വിധിയാണ്, എന്റെ തലവരെയാണ് എന്ന് പറയുന്നവരുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? അപ്ഡേഷൻ സംഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ലൈഫില്? നിങ്ങൾ ഇപ്പോഴും ആ പഴമയിൽ നിന്ന് കേട്ടു പോന്നിട്ടുള്ള പല കാര്യങ്ങളും പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? ഓർ അല്ല, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ കൊണ്ട് കുറെ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റം വരുത്താൻ നമ്മൾ റെഡി ആണെങ്കിൽ ഗോഡ് വിൽ നോട്ട് ചേഞ്ച് യു. എപ്പം വരെ? ഗോഡ് വിൽ നോട്ട് ചേഞ്ച് യു. ദൈവം നിങ്ങളെ മാറ്റം വരുത്തുന്നില്ല അൺടിൽ യു റെഡി ടു ചേഞ്ച് യുവർ ഇന്നർ സെൽഫ്. നിങ്ങളുടെ ആന്തരികമായ നിങ്ങളുടെ അകത്തിനെ നിങ്ങൾ മാറ്റാൻ റെഡി ആവാത്ത പക്ഷം ദൈവം പോലും നിങ്ങളെ മാറ്റാൻ റെഡിയല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിനെ മാറ്റാൻ റെഡി ആവണം. നമ്മളെ ഉള്ളെന്ന് പറയുന്നത് എന്താ? നമ്മളെ ചിന്ത, നമ്മുടെ തോട്ട്. ഈ തോട്ടിന് നമ്മൾ എപ്പോ മാറ്റാൻ റെഡി ആവണോ അവിടെ തൊട്ടാണ് ദൈവം പോലും നമ്മളെ മാറ്റാൻ റെഡിയുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ഇനിയും നമ്മൾ ആക്ഷൻ എടുത്തില്ല എങ്കിൽ, നമ്മളെ ചിന്തയെ മാറ്റാൻ നമ്മൾ റെഡി ആയിട്ടില്ല എങ്കിൽ നമ്മൾക്കാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഇത്രമാത്രം ഓപ്ഷൻസും ഇത്രമാത്രം ചോയ്സസ് നമ്മളെ മുന്നിലിട്ടിട്ട് അത് സെലക്ട് ചെയ്യാതിരിക്കുന്നത് നമ്മളാണ്. എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് പരിതപിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ മാത്രം പ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. അപ്പൊ ഈ ചിന്തേനെ മാറ്റം വരുത്തുന്നതിലൂടെ നമ്മളെന്ന ആ വിത്തിന്റെ
ആ തണ്ട് വന്ന ആ റൂട്ടിനെ, നമ്മളെ മൈൻഡ് എന്ന ആ സോഴ്സിനെ ക്ലിയർ ചെയ്യുന്നതിലൂടെ നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. റെഡിയാണോ? ഈ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ആണെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് എല്ലാവരും ഒന്ന് തംസപ്പ് എടുക്കും. ഒന്നിൽ തംസപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എസ് അടിക്കാം. ഞാൻ അപ്പോഴേക്കും ഇച്ചിരി ഒന്ന് വെള്ളം കുടിക്കട്ടെ. എനിവേ, അപ്പം ഇപ്പൊ നമ്മളൊരു വിത്ത്, നിങ്ങളൊരു മാങ്ങയുടെ അണ്ടിയാണ് നട്ടെന്ന് വിചാരിച്ചു. ആ മാങ്ങ അണ്ടി തല കുത്തനെ വെച്ചാലും തിരിച്ചനെ വെച്ചാലും എങ്ങനെ വെച്ചാലും മുളക്കുന്ന എന്തായിരിക്കും? മാവിൻ തൈ അല്ലേ? അവിടെ ഒരിക്കലും മാറിയിട്ട് ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു മുന്തിരിയോ മുളക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ്. അപ്പൊ അത് ആപ്പിളോ അല്ലെങ്കിൽ മുന്തിരിയോ മുളക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാങ്ങ വിത്ത് മാറ്റിയിട്ട് ആപ്പിളിന്റെ വിത്ത് നടണം, അല്ലെങ്കിൽ മുന്തിരിന്റെ കമ്പ് പിടിപ്പിക്കണം, എങ്കിലേ ഇത് മുളക്കുള്ളൂ. ഇതേപോലെ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവണം, നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവണം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം, എൻ്റെ ഹെൽത്ത് ഓക്കെ ആവണം, എൻ്റെ വെൽത്ത് ഓക്കെ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നട്ടിരിക്കുന്ന ആ വിത്തിനെ മാറ്റിയിട്ട് അവിടെ പുതിയ സംഭവത്തിനെ നമ്മൾ റീബിൽഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അവിടെ റീപ്ലാന്റേഷൻ നടത്തുക. നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ള പാരമ്പര്യമായിട്ട് കിട്ടിപ്പോന്നുള്ള കുറേ ചിന്തകൾ, എന്തിനാ കുറെ പൈസ, അഹങ്കാരമാണ് അതൊക്കെ അല്ലെ. എന്തിനാ പൈസ? ധൂർത്തടിക്കാനോ? പൈസ ഒന്നും ഒരുപാടൊന്നും പാടില്ല എന്ന് പറഞ്ഞ കുറേ സാധനം നമുക്ക് കിട്ടിപ്പോന്നിട്ടുണ്ട്. നീ പെണ്ണാണോ, അടങ്ങി ഒതുങ്ങി ഇരുന്നാണോ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിപ്പോന്നുള്ള സംഭവം. ഒരിക്കലും അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് കിട്ടിയിട്ടുള്ളതും അതൊക്കെ തന്നെയായിരുന്നു. അതാണ് നമ്മളിലേക്ക് തന്നത്. ഈ സംഭവത്തിനെ നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് അതിനൊന്ന് നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിലൂടെ വരുന്ന പുതിയ തലമുറ, ആ തലമുറയെങ്കിലും രക്ഷപ്പെടും. ഞാൻ എപ്പോഴും പറയാം, നമ്മളുടെ പ്രൊഡക്റ്റ് നോക്കിയാൽ മതി നമ്മൾ എന്താണെന്ന് അറിയാനെന്നുള്ളത്. ആ പ്രൊഡക്റ്റ് നമ്മളുടെ മക്കള്, അതിനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിച്ചിട്ടില്ല എങ്കിൽ ശരിയാവില്ല. നമുക്ക് കിട്ടിപ്പോന്നുള്ള പല സംഭവങ്ങളും കൊടുത്തു പോരുന്നതോടുകൂടെ ഈ തലമുറകളിൽ നമുക്ക് നഷ്ടങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റീസും ഇത്രമാത്രം പഠിക്കാനുള്ള അവസരങ്ങളും എല്ലാം നമ്മളെ മുന്നിൽ ഇന്നുണ്ട്. നമ്മളൊക്കെ ശരിക്കും രാജാക്കന്മാരാ അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് പൈസ ഇല്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ ഹുമയൂൺ ചക്രവർത്തിനെടുത്തോ, അവർക്കൊക്കെ നമ്മൾ പോകുന്ന പോലത്തെ വണ്ടികളുണ്ടായിരുന്ന ഓലൊക്കെ എങ്ങനെയാ പോയിരുന്നത്? പല്ലക്കിലൊക്കെ പോയിരുന്നത്. നമ്മളത് അടിപൊളി ഒരു ഡ്രൈവറായിട്ട് ഓട്ടോറിക്ഷ വിട്ടിട്ട് ഓട്ടോറിക്ഷയിൽ സുഖമായിട്ട് ഇരുന്നിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ കാറുണ്ട്, അതുക്കും മേലെ വണ്ടികളുണ്ട്. സ്വിച്ച് ഇട്ട് അങ്ങനെ കാറ്റ് റോൾക്ക് ഇങ്ങനെ വീശി കൊടുക്കുന്ന, അല്ലെങ്കിൽ വിശറെടുത്തിട്ടാ വീശിയുന്നത്. നമുക്കിവിടെ ഇങ്ങനെ കറങ്ങാം. ഇത്രയും സുഖ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ പറയുന്ന പരാതികളും പരിഭവങ്ങളും മാത്രം. നമ്മൾ ശരിക്കും രാജാക്കന്മാരല്ലേ? അത്രയും സുഖ സൗകര്യത്തോടെ നമ്മൾ ജീവിച്ചിട്ട് പലപ്പോഴും നമ്മളിൽ വരുന്ന മിസ്റ്റേക്കുകൾ തന്നെയാണ് നമ്മൾ മക്കൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കണമെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ നമ്മളിൽ വരുത്താൻ നമ്മൾ തയ്യാറാവണം. നമ്മളെ മൈൻഡ് സെറ്റ് റെഡിയാക്കുക, നമ്മളെ തോട്ട് റെഡിയാക്കുക, നമ്മളിൽ കിട്ടിപ്പോന്നിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള പല സാധനങ്ങളെയും ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം ആരെങ്കിലും പറയണ്ടായി, എൻ്റെ ഇവിടെ വല്ലാത്ത വേദനയാണ്, നെഞ്ചിലെ വേദന. എന്തുകൊണ്ടാണ് ഈ നെഞ്ചിലെ വേദന ഉണ്ടാകുന്നത്? വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ഇവിടെ കൂട്ടിവെക്കുക. മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തിട്ടുള്ള പ്രവൃത്തിയൊക്കെ കയറ്റി നമ്മുടെ നെഞ്ചും തലയൊക്കെ ഒരു വിത്തായിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇറക്കി വെക്കുക. അത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സുഖാന്നറിയോ? അപ്പൊ ഉണ്ടോ ആഹാ എന്നുള്ള ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വേണ്ടാത്ത സാധനത്തിന് നമ്മളെ ഉള്ളിൽ നിന്ന് ഇറക്കി വെക്കാൻ നമ്മൾ തയ്യാറാവണം. അതന്നെ വലിയാണ്. അത് ഇറ്റ്സ് എ ട്രെയിൻ പ്രോസസ്സ്. ഒരു പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകണം. അതിനെ നമ്മളെ ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് മൈൻഡ് ക്ലിയർ ചെയ്ത് തോട്ട് ക്ലിയർ ചെയ്ത് ഉള്ളിൽ കിട്ടിയ ഇന്നർ ചൈൽഡിൽ കിട്ടിയിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ അസ്വസ്ഥത ആയിക്കോട്ടെ, മനസ്സിന്റെ അസ്വസ്ഥത ആയിക്കോട്ടെ, ഇടയ്ക്ക് വരുന്ന തലച്ചുറ്റലായിക്കോട്ടെ, വീഴ്ച ആയിക്കോട്ടെ, എല്ലാം മാറിപ്പോകും.
അതെങ്ങനെയാ ഹീൽ ചെയ്യാന്നാണ് അത് ഹീൽ അറിയാത്തത്. ചെയ്യാൻ അതിനൊരു എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ട്. അതിനാണ് നിങ്ങളോട് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. ഈ പ്രോഗ്രാമിൽ ജോയിൻ ഓക്കെ. ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിൽ ഇന്നലെ നമ്മൾ കൊടുത്ത സെഷൻ നിങ്ങളെ കേൾക്കാനുള്ള ഒരു അവസരമായിരുന്നു. ഇതുപോലെ നിങ്ങളെ കേട്ട് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഏത് ലെവലിലൂടെയാണോ നിങ്ങൾക്ക് കടന്നു പോകേണ്ടത് ആ ലെവലിലൂടെ നിങ്ങളെ ക്ലിയർ ചെയ്ത് ഹീല് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിനെ സോൾവ് ആക്കി എടുക്കും. നിങ്ങളൊരു പെർഫെക്റ്റ് ഒരു കുഞ്ഞു മക്കളില്ലേ, നമ്മളെ ഉമ്മ പ്രസവിച്ച സമയത്ത്, ഇനി നമ്മളൊക്കെ ഉമ്മമാരാ, നമ്മള് മക്കളെ പ്രസവിച്ച സമയത്ത് നമ്മളെ കുഞ്ഞു മുഖം കാണുമ്പോൾ എന്ത് നിഷ്കളങ്കായിരുന്നു, എന്ത് രസമായിരുന്നു ആ ഫസ്റ്റിലെ ചിരി കാണാന്. എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതിന്റെ മനസ്സിൽ, അതിന്റെ മുഖത്തും? ഒന്നുമില്ലാത്ത പ്യൂറായിട്ടുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിത്വം നമ്മളെ ഉള്ളിലുണ്ട്. നമ്മൾ അതിനെ മൂടി വെച്ചിരിക്കുക. എങ്ങനെ മൂടിയിട്ടുള്ളത്? ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പൊ പറയാ, നിങ്ങളോട് ഒരാൾ പറഞ്ഞു മുബഷിറ ഫാറൂഖ് അല്ലേ അഹങ്കാരിയാണെന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്നത് ആ പറഞ്ഞ ആളുടെ കണ്ണുകളിലൂടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്നിൽ അഹങ്കാരത്തെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നോക്കുന്നത് നിങ്ങളെ കണ്ണിലൂടെ ആവില്ല. ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുള്ള ചിന്തകളും ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകളും ഒക്കെ കേട്ട് നമ്മൾ അനുഭവിച്ചു പോകുന്നുള്ള സാഹചര്യങ്ങളും എല്ലാം കൊണ്ട് ആ കണ്ണുകളിലൂടെ മറ്റൊരാളുടെ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിങ്ങളുടെ യഥാർത്ഥത്തിലെ കണ്ണ്? നിങ്ങളുടെ ഹൃദയം എവിടെ? നിങ്ങളിൽ ആ കുട്ടി എവിടെ? അതവിടെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ നിഷ്കളങ്കമായ കുട്ടിത്തം. ആ കുട്ടീനെ ഉണർത്തിയെടുത്ത് ആ ആക്റ്റീവായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള നിങ്ങളില്ലേ, ആ നിങ്ങളെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ലൈഫ് എൻജോയ് ചെയ്യും. സമാധാനത്തോടെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ലൈഫ് ആർമാദിച്ച് ജീവിക്കും. ആർമാദിക്കുക എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ആർമാദിക്കാൻ നെഗറ്റീവിലേക്ക് ആർമാദിക്കണ്ട, പക്ഷെ ലൈഫ് ചില്ലാക്കണം. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം ഇത്രയും സുന്ദരമായിട്ടുള്ള ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്തിന്, അല്ലെ? ഇത്രയും മനോഹരമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളെന്ന മനുഷ്യനെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പടച്ചോട് ഒരുക്കിയിട്ടുള്ളത്. അത് നല്ലതായ രൂപത്തിൽ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ അറ്റ്സ് അമേസിങ്. അതിന് സാധിക്കണമെങ്കിൽ നല്ല മനസ്സ് നമുക്കുണ്ടാവണം, നല്ല സമാധാനം നമുക്കുണ്ടാവണം, നല്ല സന്തോഷം നമുക്കുണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ, നിങ്ങളിൽ ആ കുട്ടിത്തത്തിനെ തിരിച്ചു പിടിക്കാൻ, നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യത്വത്തിനെ തിരിച്ചു പിടിക്കാൻ ക്ലാരിറ്റി കോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ഫസ്റ്റ് ലെവൽ പ്രോഗ്രാം എന്ന് പറയുന്നത്, ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കടന്നു വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളടുത്ത് പറയാം, ഇറ്റ്സ് എ 1 month മെൻറ്ററിങ്. ഒരു ഗ്രൂപ്പ് മെൻറ്ററിങ് ആണ്. നിങ്ങളുടെ പ്രശ്നത്തിനെ കേട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നത്തിനെ സോൾവ് ചെയ്തിട്ട് നിങ്ങളെ ക്ലിയർ ഒരു പേഴ്സണാലിറ്റി ആക്കി മാറ്റുന്നതിനുള്ള ആ ഒരു മാനുവൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വെറുതെ വന്നിരുന്നു വെച്ചിട്ട് കിട്ടുമൊന്നുമില്ല, ഇതിങ്ങനെ കേട്ടിരുന്നു വെച്ചിട്ട് കിട്ടുമൊന്നുമില്ല. അതിൽ വർക്ക് ചെയ്യാം. അത് ചെയ്യാൻ നിങ്ങൾ നമ്മളെ കൂടെ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അമേസിങ്. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ക്ലാരിറ്റി കോഡിന്റെ ഫസ്റ്റ് ലെവലാണ്. ബാക്കി അടുത്ത ലെവലൊക്കെ ഫസ്റ്റ് ലെവൽ അറ്റൻഡ് ചെയ്തവർക്കുള്ള കോഴ്സുകളായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ലീഡറിനെ കണ്ടെത്തുക, നിങ്ങളുടെ എന്റർപ്രണർ മൈൻഡ് സെറ്റിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഫസ്റ്റ് ലെവൽ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രം കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഫസ്റ്റ് ലെവൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ, നല്ല മനസ്സിന് ഉടമയാവാൻ, നിങ്ങളെ മക്കൾക്ക് നല്ലൊരു ഉമ്മയാവാൻ, നിങ്ങളുടെ ഭർത്താവിന് നല്ലൊരു ഭാര്യയാവാൻ, നല്ല കുടുംബിനിയാവാൻ, ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ, നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു കാര്യം ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്തിട്ട് വരും തലമുറക്ക് അവശേഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ വെറുതെ ആവരുത് പോകുന്നത്. നമ്മൾ ഇവിടെ ചെയ്തതിന്റെ ഫലം കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള, നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളെ ഓർക്കാൻ പറ്റുന്ന കുറേ നല്ല ഓർമ്മകൾ ഇവിടെ സമ്മാനിച്ചു പോകാൻ, നിങ്ങളെ അങ്ങനത്തെ ടൈപ്പിലേക്ക് നിന്നുള്ള ഒരു മനുഷ്യനാക്കി നിങ്ങളെ വാർത്തെടുക്കാൻ ക്ലാരിറ്റി കോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇൻഷാല്ലാ ഈ 25-ാം തീയതി വരെ മാത്രം നിങ്ങൾക്ക് 5K ആണ് നമ്മുടെ കോഴ്സിന്റെ ഫീ. 5000 രൂപയാണ്. അത് നെറ്റൊന്നും വേണ്ട, അതിലപ്പുറത്തേക്ക് വേർത്തായിട്ടുള്ള കോഴ്സാണെന്ന് എനിക്കറിയാം. പക്ഷെ 25-ാം തീയതി വരെ മാത്രം 2500 രൂപക്ക് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. 25-ാം തീയതി മാത്രം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നവർ മാത്രമേ ഉള്ളൂ ആ ഒരു, കാരണം അത്രയും മാറണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മേ ബി അത് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഈ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ എവിടെന്നാ വരുന്നത്? അതും നമ്മളെ തോട്ടുന്നാ വരുന്നത്. മണി പ്രോബ്ലം വരുന്നത് നമ്മളെ തോട്ടിൽ നിന്നാണ്. നിങ്ങൾക്ക് പണം ഇല്ലേ, നിങ്ങളെ കയ്യിലേക്ക് ക്യാഷ് വരുന്നില്ലേ, നിങ്ങളെ ചിന്തേനെ മാറ്റാം, നിങ്ങൾക്ക് മണി ഫ്ലോ ഉണ്ടായിരിക്കും.
നമ്മൾ ചിന്ത റെഡിയാക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അബണ്ടൻസും എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ കോഴ്സ് ഒക്കെ ചെയ്ത പ്രീമിയം മെന്റീസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. 30,000 രൂപയാണ് അവരുടെ കോഴ്സ് പേയ്മെന്റ് വരുന്നത്. ആ എമൗണ്ട് ഒക്കെ അവരുണ്ടാക്കിയിട്ടുള്ള പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ ഹസ്ബൻഡിനോട് കെഞ്ചി പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് വിറ്റിട്ട് കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഞാനൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് കോഴ്സ് പഠിച്ചിട്ടുണ്ട്. പല രീതിയിലാണ് നമ്മൾ പല എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ എമൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇത് ഉണ്ടാക്കുന്നത് എന്തിനാ? നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ഇന്റൻഷൻ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിലേക്ക് അത് മനസ്സിൽ തീരുമാനിക്കുക. എനിക്കിത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി പടച്ചോൻ നിങ്ങളെ മുന്നിൽ തുറന്നു വരും. നോ ഡൗട്ട്. തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള, ഒരു മാറ്റം കൊണ്ടുവരുന്നതിനുള്ള, തലകുത്തിങ്ങളങ്ങളുടെ അടിപൊളിയാകുന്നൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മനുഷ്യനാക്കിയിട്ട് മാറാവുന്നതിനുള്ള ടൂൾസ് നിങ്ങളുടെ കയ്യിൽ തരും. അതിനുള്ള മാനുവൽ നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് തരും. നിങ്ങൾ അതിലേക്ക് ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് എന്നും ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ രൂപത്തിൽ നിങ്ങളെ കേൾക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ഫാമിലി ബോണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഞാൻ ഇത് ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത സെഷൻസിലൊക്കെ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ കാണിക്കുക. അതുപോലെ തന്നെ പങ്കെടുത്ത ആൾക്കാർ നിങ്ങളുടെ വാല്യുബിൾ ആയുള്ള ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം അടുത്ത പ്രോഗ്രാംസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആളുകളിലേക്ക് നമ്മൾ ഈ പ്രോഗ്രാംസ് എത്തിക്കണം. അതിന് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളാണ് അടുത്ത ആളുകൾക്ക് പ്രചോദനമാവുക. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ നംസീറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇനി ബാക്കി നിങ്ങളെ കേൾക്കാനും നിങ്ങളോട് സംസാരിക്കാനും നംസീറ ഉണ്ടായിരിക്കും. എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. പറ. ഞാനാണ് ഷെറിൻ, എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? കോഴ്സിൽ ജോയിൻ ചെയ്തോ? പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പകുതി കേട്ടുകൊള്ളൂ. എന്താ പറഞ്ഞേ? പകുതി കേട്ടുകൊള്ളൂ. നെറ്റ് സ്ലോ ആയിരുന്നു. ഞാൻ കേറി. നെറ്റ് കുറച്ച് സ്ലോ ആയിരുന്നു. ക്ലാസ് അടിപൊളിയായിരുന്നു, കേട്ടതൊക്കെ. താങ്ക് യു. ഇനി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യും. ഓക്കെ? ഇപ്പോൾ എന്താ മാം? ഓഫ്ലൈൻ ആണോ കോഴ്സ്? അത് ഓൺലൈൻ ആണ്. 1 month പ്രോഗ്രാം ആണ്. 1 മാസം ഓൺലൈൻ ആയിട്ടാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ ഓഫ്ലൈനും ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റി, നിങ്ങൾ ഈ ക്ലാരിറ്റി കോഡിന്റെ ലെവൽ 1 കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടേക്ക് വെക്കാൻ പോകുന്ന പ്രോഗ്രാംസുകൾ എന്ന് പറയുന്നത് ലേഡീസ് നമ്മുടെ ക്യാമ്പ് മെമ്പറാണ് ഷെജിറ മാം. സൗഖ്യ ഫാമിലി ക്യാമ്പ് നമ്മൾ നടത്താറുണ്ട്. ഫാമിലി ക്യാമ്പിൽ മാം വരാറുണ്ട്. ഇനി നമ്മൾ ലേഡീസ് ഓൺലി ക്യാമ്പ് മുന്നോട്ടേക്ക് വെക്കാൻ പോകുന്നു. ലേഡീസ് ഓൺലി ക്യാമ്പ് എന്ന് പറയുന്നത് ക്ലാരിറ്റി കോഡ് മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അടിച്ചു പൊളിച്ച് നിങ്ങളുടെ എല്ലാം അവിടെ എന്താ പറയാ മറന്ന് എൻജോയ് ചെയ്യാന്ന് പറയില്ലേ, നമ്മളിലുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്നിട്ട് എല്ലാവരും വരണം കേട്ടോ. ക്യാമ്പിലേക്ക് എല്ലാവരും വരണം. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടാവില്ല. എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ചില്ല. എല്ലാരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം ക്യാമ്പ്. അപ്പൊ ഒരു ദിവസമെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ് എവിടെങ്കിലും തീർച്ചയായിട്ടും. അല്ല, നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നമ്മുടെ ഗ്യാതറിംഗ്, ഓഫ്ലൈൻ ഗ്യാതറിംഗ് ഉണ്ടായിരിക്കും, ക്യാമ്പ് ഉണ്ടായിരിക്കും, ഇത്തരത്തിലുള്ള ഓഫ്ലൈൻ പ്രോഗ്രാംസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഹോളിൽ വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഓഡിയൻസിൽ നമ്മളുടെ ഒരു 3-4 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിക്കും. ഓക്കെ? അപ്പൊ ഓഫ്ലൈൻ പ്രോഗ്രാംസുകളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ വരണമെങ്കിൽ ഫസ്റ്റ് എൻട്രി എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഹായ്, ഞാൻ ജസ്റ്റ് നംസിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മുടെ ലിങ്ക് ചാറ്റ് ബോക്സിൽ അവർ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മളെ മെന്റീസ് നംസീറ, ഷെറിൻ അവരൊക്കെ നമ്മളെ മെന്റീസ് ആണ്. ഇവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. 1 month പ്രോഗ്രാമിൽ 7 days ലൈവ് സെഷൻസും 4 റെട്രോ ആക്റ്റീവ് സെഷൻസ് എന്ന് വെച്ചാൽ 4 ലൈവ് സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മെന്റീസിന്റെ സെഷൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗസ്റ്റ് ടോക്ക് ഉണ്ടായിരിക്കും.
സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരുപാട് അറിവുകളും ഒക്കെ നിങ്ങൾക്ക് സമ്മാനിക്കാം. കൂടാതെ 20 ദിവസമുള്ള ഫോളോ അപ്പ് സെഷൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 1 month ജേണിയാണ് ലെവൽ 1. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ 25-ാം തീയതിക്ക് മുന്നേ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ 2500 മാത്രമാണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ആവശ്യക്കാർ മാത്രം. അത്രയും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഉണ്ടല്ലോ, അതൊരിക്കലും വേസ്റ്റ് ആയി പോകില്ല. നിങ്ങൾ കൊടുക്കുന്ന മണി ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ല. മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് മാറ്റം ഉറപ്പായിരിക്കും ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. എനിവേ, ഇത്രയും സമയം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയാലും നിങ്ങളെ കേൾക്കാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷം. ഹൗ ആർ യു നാൻസി? താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഓരോരുത്തർക്കും മനസ്സിന്റെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ചെറിയ സ്പാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഞാനും അതുപോലെ തന്നെ ഷെറിൻ ഒക്കെ ഇതുപോലെ ഓരോ സെക്ഷനിലും വന്നിട്ട് നിങ്ങളൊക്കെ പോലത്തെ ആളുകളാണ്. ഞങ്ങൾക്ക് മൈക്ക് ഓഫ് ചെയ്ത് സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. സത്യം മനസ്സ് തട്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. അത്രയും ഡൗൺ ആയി മുന്നിലൊന്നും കാണാതെ ഇട്ട് മാത്രം ഉള്ള കടന്നു പോയിട്ടുണ്ട്. ഡിപ്രഷൻ അടിച്ച് അത്രയും സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അൽഹംദുലില്ലാ പഠിച്ചവനാണ്. ഒരുപാട് ശബ്ദം കുറവാണോ? ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആണോ? ശരി, കേൾക്കുന്നില്ല. ശബ്ദം കുറവാണ്, ഇപ്പോഴും കുറവാണ്. സംസാരിച്ചു. ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇത്രയും സ്ട്രഗിൾസിലൂടെ ഇത്രയും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴും പഠിച്ചവനെ ഇനി എന്താണ് മുൻപിൽ എന്നുള്ളത് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്റെ സ്റ്റഡിയൊക്കെ ബാക്കിലോട്ട് നിർത്തി മാമിന്റെ കൂടെ ഞാൻ ഇതുപോലെ ഒരു ക്ലാസ്സിനാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ മാമിനോട് ചോദിച്ചു, മാം എനിക്ക് എനിക്കൊരു ഒരു പുനർജന്മം, അതുപോലെ തന്നെ എനിക്ക് വീണ്ടും എനിക്ക് ഇതിലേക്കൊക്കെ തിരിച്ച് എന്റെ സ്വപ്നങ്ങളിലേക്ക് എന്റെ സക്സസിലേക്ക് എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാം പറഞ്ഞത് എന്താ അറിയോ, ഞാൻ നിന്നെ അതിനെ സഹായിക്കാം, ഞാൻ നിന്റെ ബാക്കിലുണ്ട്, നീ അതിന് ശ്രമിച്ചാൽ മതി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തൊരു വിഷമഘട്ടങ്ങളിൽ ഉണ്ടാവും, മാം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഓക്കെ ആക്കി തരൂ. അതുപോലെ ഹലോ മാം. ഓക്കെയാണ്, ക്യാരി ഓൺ. ഓക്കെ. അപ്പം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഞാനും നിങ്ങളുടെ അതേപോലെ ഒരുപാട് ഡൗൺ ആയി പോയി അത്രയും മരണം മുന്നിൽ കണ്ടു നിന്നൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോ അതിൽ നിന്ന് ഇതുപോലൊരു ക്ലാസ്സിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അൽഹംദുലില്ലാ പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം മാമിന് എന്റെ മുമ്പിൽ നമ്മളെ മനസ്സ് എത്രത്തോളം ക്ലിയർ ആണ്, അത്രത്തോളം പഠിച്ച റബ്ബ് നമ്മുടെ കൂടെ ഒരാളെ ആക്കുന്നുള്ളത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാനായിട്ടില്ലേ. അപ്പോൾ മാമിനെ ഞാൻ കാണുന്നതും പിന്നെ അങ്ങോട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു വീണിടത്തു നിന്ന് എന്നെ കൈ പിടിച്ചുയർത്തിയിട്ട് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അൽഹംദുലില്ലാ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്റെ ബാക്കില് മാമിന്റെ ഒരു കൈത്താങ് കൂടിയാണ്. അപ്പോ നിങ്ങളുടെ ഉള്ളിലും ഓരോരുത്തരുടെ ഉള്ളിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഓരോ ഫിയറും ഇത് ഒരുപാട് ഡ്രീംസുകൾ ഉണ്ടാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, എന്റെ മുന്നോട്ടുള്ള വഴി എന്താണെന്നൊക്കെ ചിന്തിച്ച് അങ്കലാപ്പിലായി നിൽക്കുന്ന ഓരോരുത്തരുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, നമുക്ക് 2000-2500 എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഇപ്പോ ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളിപ്പോ ഞാനും ഷെറിനൊക്കെ ആ ഓരോ 2500, 5000 ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് അത്രയും വേർത്തിയായിട്ട് അത്രയും ഞങ്ങൾക്ക് എഫക്ട് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രീമിയം മെന്റി ആയിട്ട് മാമിന്റെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്ത്. മാം നേരത്തെ നിങ്ങളോട് പറഞ്ഞു 30,000 രൂപ ഞങ്ങളടുത്ത് കയ്യിൽ 30,000 നമ്മൾ ലേഡീസ് എവിടുന്ന് കണ്ടെത്തും. പക്ഷെ പഠിച്ചവന്റെ അടുത്ത് ഞങ്ങൾ പറയലുണ്ട്, പഠിച്ചവനെ ഞങ്ങൾ നല്ലൊരു രീതിയിലേക്കാണ്, ഞങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്തേക്ക് ഞങ്ങൾക്ക് പഠിച്ചവനെ ഞങ്ങളുടെ മുന്നിൽ കാശ് ആ സമയത്ത് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഇക്കാന്റെ അടുത്താണെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ ആ സമയത്ത് ആ പൈസ ഞങ്ങൾക്ക് എത്താറുണ്ട് എന്നുള്ളതാണ് വാസ്തവം.
അപ്പൊ നിങ്ങൾ ഈ 2500 ഇത്ര ഉണ്ടോ എന്നുള്ളത് ചിലവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അത് മിസ്സാവൂല. നിങ്ങൾക്കത് എത്രയോ എഫേർട്ട്, ഈ 5000 എന്നുള്ളതാണ് മാം ഇപ്പൊ നിങ്ങൾക്കും വേണ്ടിയിട്ട് അത് 2500 ആക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരു മാസം നിങ്ങളുടെ കൂടെ ഞങ്ങള് അഡ്മിൻസ് ആയിട്ട് ഞങ്ങളുണ്ടാവും, മെന്റിയേഴ്സ് ഞങ്ങളുണ്ടാവും. അതിന്റെ കൂടെ മുന്നിലായിട്ട് മാം നിങ്ങളുടെ കൈ താങ്ങായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സക്സസിലേക്ക് എത്താൻ, നിങ്ങളുടെ ഡ്രീംസുകൾ ഇൻഷാല്ലാ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ഓരോ ക്ലാസ്സുകളും വെക്കുന്നത്. എന്തിനാണ്? നിങ്ങളുടെ ലൈഫ് സക്സസ് ആയി ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇത് ഇത്രയും ലാഘവത്തോടെ ഇത്രയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ എനിക്കോ ഷെറിനോ കഴിയുമായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതിലേക്ക് എത്തുക. ഒരു മാസം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ ഡൗൺ ആയ നിങ്ങളെ ആ കോൺഫിഡന്റ് ലെവലിലോട്ട് നിങ്ങളെ മാറ്റി എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിവിന്റെ ദൈവം പാതി നാം പാതി എന്നാണല്ലോ. അപ്പൊ പടച്ചവനോട് ആത്മാർത്ഥതയോട് കൂടെ പറഞ്ഞിട്ട്, പടച്ചവനെ എനിക്ക് കരകയറണം, എനിക്ക് എന്റെ സക്സസിലേക്ക് എത്തണം, ഞാൻ ഇന്ന വഴിയിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്, അത് മുന്നോട്ടുള്ള പാത എനിക്ക് തുറന്നു തരണം എന്നുള്ള ആ പാതയിലാണ് ഇപ്പൊ നിങ്ങളുള്ളത്. ഇനി പിന്നോട്ട് പാതയിലൂടെ ഇരുട്ടിലൂടെ നടക്കണോ മുന്നോട്ടുള്ള വെളിച്ചത്തിലേക്ക് നടക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഇത്രയും നേരം കുറച്ചു പേരെങ്കിലും ഇത് ആത്മാർത്ഥതയോടെ കേട്ടിരുന്നതിന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കോ? 1-2 പേര് ജസ്റ്റ് ഒന്ന്, നിങ്ങൾക്ക് എന്താണ് ഇതിന്ന് കുറച്ച് ഇത്രയും നേരം കിട്ടിയതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സ്പാർക്ക് ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല. മാം അത്രയും ലൈഫ് ടച്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നമുക്കൊന്ന് അതിന് സമയം സ്പെൻഡ് ചെയ്യാം. ഷജിറ മാം, ഫെബിന, ഷെറിൽ, ഷഹനാസ്, മുഹമ്മദ്, ഹിബ. ഇത്രയും നേരം ക്ലാസ് കേട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മിസ് ഇടക്കിടക്ക് പറയും കേൾക്കണം എന്തൊക്കെയായിരുന്നു, പക്ഷെ എനിക്ക് ഇതുവരെ പറ്റിയില്ല. ഉപ്പാന്റെ കയ്യിലാണ് പോണത്, അപ്പൊ അങ്ങനെ കിട്ടലേ ഇല്ല. അന്നേരം മിസ് പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും കയറണം, എങ്ങനെയാലും നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്ന് ഇങ്ങനെ കയറി. പക്ഷെ ഇന്ന് കുറച്ച് റേഞ്ച് കട്ടായി, ചാർജ് ഇല്ല. എന്നിട്ട് ഞാൻ പകുതി കേട്ടു മനസ്സിലാക്കി ഇത്ര ഡീപ്പാക്കിയിട്ടാണ് പറഞ്ഞത്. 2 മിസ്സുമാർക്ക് താങ്ക്സ് ഇത്രയും പറഞ്ഞു തന്നതിന്. ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ കയറണം. ഇൻഷാല്ലാ കയറും. ഇത്രയൊക്കെ തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷജിറ മാം, ഷെഹറിൽ നമ്മൾ സുഹൃത്തായിരിക്കും അല്ലെ? ഓക്കെ. സക്കീന മാം, ടൈം കിട്ടിയില്ല, കുറച്ച് പോയി. ഇപ്പൊ ശരിയല്ലോ മാം? വോയിസ് ഇപ്പൊ ഓക്കെയാണ്? പിന്നെ ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്, പറഞ്ഞോളൂ മാം. മാം ഹെഡ്സെറ്റ് വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? പിന്നെ അതുപോലെ ഞാൻ വോയിസ് ഗ്രൂപ്പില് ഓക്കെ മാം ഗ്രൂപ്പിൽ പറഞ്ഞോളൂ. ഫെബിന, ഹിബ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസുകൾ അച്ചീവ് ചെയ്യണമെന്നോ സക്സസിലേക്ക് എത്തണമെന്നോ ഒന്നുമില്ലേ? ആർക്കൊന്നും പറയാനില്ലേ? ഹലോ. ഹലോ. ഇന്നത്തെ ക്ലാസ് ഞാൻ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നെറ്റ് കണക്ട് ആവാത്തതുകൊണ്ട്. ഓക്കെ മാം, ഓക്കെ, നോ പ്രോബ്ലം. ലാസ്റ്റ് ആയി പോയി എത്തിയത്. ഓക്കെ, നോ പ്രോബ്ലം. രണ്ട് വോയിസ് ഓപ്പൺ ആണ്. ഓക്കെ, ഇൻഷാല്ലാ അത് നിങ്ങൾക്ക് 25-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നമുക്ക് 5000 വൃത്തിയാവുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു മാസമാണ് നിങ്ങളുടെ കൂടെ. ഒരു ദിവസത്തിനോ ചില പ്രോഗ്രാമുകൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എത്രയോ ക്യാഷ് മുടക്കിയിട്ടാണ് പലരും അറ്റൻഡ് ചെയ്യല്. പക്ഷെ ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് അത്രയും മനസ്സിൽ അത്രയും ഡീപ്പായിട്ട് ഞങ്ങൾക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഷെറിൻ നമ്മുടെ അടുത്ത മാമിന്റെ മെന്റിയാണ്. ഞങ്ങൾ 2 പേരുമാണ് മാമിന്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഷെറിൻ ഒരു ഫീഡ്ബാക്ക് പറയോ? നംഷി എന്നോടാണോ?
അതെ അതെ ഷെറിൻ. ആ എനിക്ക് പറയാനുള്ളത് വെച്ചാ നമ്മളിലുള്ള മാറ്റം തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു ഉദാഹരണം. അത് അതെ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും വന്നവരാണ് ഞാനും നംഷി എന്ന് പറയാം. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ എനിക്ക് ഞാൻ പറയട്ടെ, എവിടെയും എനിക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് നല്ല നല്ല എന്തെങ്കിലും എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ആയില്ല. 10-12 വർഷം ഒന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോ ഞാൻ ബാക്ക് ടു മൈ ലൈഫ്, ഞാൻ ഇപ്പൊ എന്റെ ലൈഫ് ജീവിച്ചു തുടങ്ങി. ഇപ്പൊ ഞാനൊരു ജോലിയിലോട്ട് ജോയിൻ ചെയ്തു. ഞാനിപ്പോ പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂളിൽ ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ട്രെയിനറായി ജോയിൻ ചെയ്തു. ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എവിടെ എത്തിയില്ല. പക്ഷെ അവിടെയൊക്കെ ജോയിൻ ചെയ്യാനുള്ള ആ ഊർജം തന്നത് മുബഷിറ മാം ആണെന്ന് ഞാൻ നിങ്ങളോട് എവിടെ വേണേലും നിന്ന് പറയും. ഇപ്പൊ എനിക്ക് എവിടെ ഒരു സ്റ്റേജുമ്പോൾ പോലും എനിക്ക് നിന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്, സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം എനിക്കത് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസിലോട്ട് എത്താൻ കഴിയും. അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എവിടെ റീച്ച് ചെയ്യാൻ കഴിയും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഞാനും നംഷിയും. അത്രയും ഡൗൺ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വി ഹാവ് കം ബാക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ജീവിതം ജീവിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞങ്ങൾക്ക് ഇനി ഒരുപാട് ദൂരെ യാത്ര ചെയ്യാണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. സോ നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പ്. ഓക്കെ, നമുക്കിനി ഓഫ്ലൈൻ ആയിട്ടൊക്കെ ക്യാമ്പും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരുപാട് വേദികളും നമുക്ക് കീഴടക്കണം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഷെറിൻ. ഇത് തന്നെയാണ് ഇപ്പൊ ഷെറിൻ പറഞ്ഞത് തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ബാക്കിയുള്ളവർക്ക് കണ്ടുപോയിട്ടോ. അപ്പൊ ഇൻഷാല്ലാ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുക. അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു പ്രചോദനം ആവട്ടെ ഇൻഷാല്ലാ. അപ്പൊ മാം നമ്മുടെ ഈ ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. 25th വരെയാണ് നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും പറയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുപാട് സ്റ്റേജുകൾ, ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് മുന്നോട്ട് താണ്ടാനുണ്ട് ഇൻഷാല്ലാ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ. തീർച്ചയായിട്ടും മാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ എന്നാ ഇൻഷാല്ലാ. പിന്നെ സത്യം എല്ലാവരും പറയും നല്ല കമ്പനിയാണ്, തടിപൊളിയാണ്, എല്ലാം കൊണ്ട് ഗ്രൂപ്പിലൊക്കെ ആയിട്ടൊക്കെ നമുക്കറിയാം തടിപൊളിയാണ്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ക്ലാസ്സിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വൈകുന്നേരം കേട്ടിട്ടുണ്ട് കുറെ ഓക്കെയാണ്. ഗ്രൂപ്പിൽ നമ്മളോട് ചോദിച്ചോട്ടെ. അപ്പം അതിൻ്റെ നമുക്ക് പറയാൻ എല്ലാവർക്കും ഇങ്ങനെ കുറിച്ചെടുക്കാം. റെഡിയാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ റെഡിയാക്കാം ഷെറിൻ. നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കും, എന്നിട്ട് ചോദിക്കും, ഒപ്പിച്ച് തരും. ഓക്കെ, ജൂലൈ 15-നുള്ള 25-ാം തീയതിക്കുള്ളിൽ ഒരു അഡ്വാൻസ് പേയ്മെന്റ് എടുത്തിട്ട് പിന്നെ ഗ്രൂപ്പിൽ നല്ലൊരു വോയിസ് ഇട് ക്ലാസ്സിൽ പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ.
ക്യാമ്പൊക്കെ വെച്ചിട്ട് എല്ലാ ഗ്രൂപ്പിലെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട് ക്യാമ്പ് അവിടെ പറഞ്ഞു ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എല്ലാവരും സെറ്റ് ചെയ്യും ഒരു 2 ദിവസത്തെ കേസല്ലോ. നമുക്കിപ്പം ക്ലൈമറ്റ് വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ? ക്യാമ്പുകളൊക്കെ എന്തായാലും ഓഗസ്റ്റിൽ നമുക്കൊരു ക്യാമ്പ് നടത്തണം. പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യാം. ഓക്കെ, ഓഗസ്റ്റിലെ ഒരു ഡേറ്റ് കണ്ടിട്ടെ, ജൂലൈ ഇപ്പോൾ 15 വരെ ജൂലൈയിൽ സമയം ഉണ്ടാവില്ലല്ലോ, നമ്മൾ എൻ്റെ ഒരു വർക്ക് ചെയ്യണ്ടേ. ഓഗസ്റ്റ് 2nd വീക്കിനുള്ളിൽ ഒരു ഡേറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്യാം. വലിയ ലോങ് ഒന്നും പോകണ്ട, നമ്മളുടെ ചുറ്റുഭാഗത്ത് അന്നാ കണ്ട റിസോർട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വയനാട് അങ്ങനെ ഉള്ളത് പോകണ്ട. യെസ് മാം, ആദ്യം പങ്കെടുത്തവർക്ക് 2000 മതി. ഏഴര ആക്കണ്ട, 7 മണിക്ക് വരാൻ പറയട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് ജോയിൻ ചെയ്തത്. ഇതുവരെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ഞാൻ റെക്കഗ്നീഷൻ അതുകൊണ്ട് പുറത്ത് കിട്ടുള്ളൂ. കാരണം കേട്ടത് നല്ല സിമ്പിളായിട്ടാണ് മനസ്സിലായിട്ട് നല്ലതും ക്ലിയർ ആയിട്ട് ഓരോന്നും ക്ലിയർ ആക്കിയിട്ടാണ് ക്ലാസ് തന്നത്. നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാവരും കയറാൻ ഇനി എൻ്റെ ക്ലാസ്സിൽ കയറുന്നത് കാരണം അത്രയ്ക്ക് അറിയില്ല. എൻ്റെ ക്ലാസ്സിൽ കയറാം. നാട്ടിക്കോടിന്റെ ക്ലാസ് ടൈം ആയി നോക്കിയിരിക്കുന്നു, അലാറം സെറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ആ ടൈമിന് 8:30 എന്നുള്ള ആ ടൈമിന് എന്റെ നെറ്റ് കണക്ട് ആവുന്നേ ഇല്ല. അപ്പോ ലാസ്റ്റ് ടൈം എനിക്ക് ക്ലാസ് കയറാൻ പറ്റിയത് ലാസ്റ്റ് ടൈം ആയിട്ട്. അപ്പോ അതിന്റെ ഒരു വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഇന്നലത്തെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത്രത്തോളം ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഭയങ്കര അക്ഷരത്തിൽ വെയിറ്റ് ചെയ്തിട്ട് എത്തിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ ലാസ്റ്റ് ടൈം ക്ലാസ്സിലേക്ക് കയറിയത്. ഓക്കെ, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ടൈമിന് കയറാൻ പറ്റിയിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞു.
നൻസി ഇപ്പം മെസ്സേജ് അയച്ചിട്ടുള്ള ഷെഹനാസ് ഇല്ലേ, അവരെ ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയൂ കേട്ടോ. ഏകദേശം അവർ ഓക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന് സംസാരിക്കാം. അതേപോലെ ഷാജിദ, പിന്നെ ഇന്ന് ലാസ്റ്റ് വരെ ഇരുന്നിട്ടില്ലേ ഫെബിന, ഫെബിന ഫെബിനയുടെ കൂടെ വേറൊരാളായിരുന്നു ഹിബ, ഫെബിന, ഹിബ, ഷെറീൻ, അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരെടുത്തിട്ടോ. ഇപ്പം മെസ്സേജ് അയച്ചിട്ടാണ്, കാരണം ഈ ചൂടിൽ തന്നെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക. ഈ ഷാഹിദ മാം നാളെ വിളിച്ചിട്ട് സംസാരിക്കണേ. ആൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ മെസ്സേജസ് ഒന്നും പലതും ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ മെസ്സേജസ് എന്തോ ഇഷ്യൂ, ഫോണിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് വന്നു, കാരണം കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് ആൾ കോഴ്സ് എന്നുള്ള വ്യക്തമാക്കിയത്, അപ്പോൾ ഒന്ന് പേഴ്സണലി ഒന്ന് വിളിച്ചിട്ട് സംസാരിച്ചു.
നമുക്കേ നാളെ നാളെ മറ്റന്നാളായിട്ട് നാളത്തിനെ പറ്റിയെങ്കിൽ നമുക്കേ നാളെ ഗ്രൂപ്പിൽ ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഒരു ഫോമിൽ അവരുടെ പേരും കോൺടാക്ട്സും ഒന്ന് ഫില്ല് ചെയ്തിട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ പേര് നമുക്ക് സേവ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? കുറച്ച് പേരുടെ പേരിൽ മാത്രമല്ലേ കാണുന്നതാണ്, ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അവിടുത്തെ പേര് ചോദിച്ചിട്ട് സേവ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ട് ഈ നമ്പർ എല്ലാവരും സേവ് ചെയ്യാൻ വേണ്ടി പറയാം. മെസ്സേജ് അയച്ചത് നടന്നില്ല, എന്തെങ്കിലും ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യണം. എന്നാൽ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രോഡ്കാസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗത്തിലുണ്ട്. അപ്പോൾ അവർക്ക് നമ്പർ സേവ് ചെയ്യണം. നമുക്ക് പിന്നെ സ്ഥലം തീരുമാനിക്കാതെ പിന്നെ പോസ്റ്റ് ഔട്ട് ചെയ്യും. ഏതായാലും 26-ാം തീയതി കഴിഞ്ഞിട്ട് പോസ്റ്റർ റെഡി ആക്കിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, 26-ാം തീയതി എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി പോണ്ടേ. 26-ൽ 27 27 28 ഇടയ്ക്കിൽ പോകാൻ പറ്റും നോക്കാം. എനിക്ക് ഒഴിവുണ്ടെങ്കിൽ പറ. ആ ഒരു പോക്കന്നെ 2 കാര്യം കൂടെ കഴിച്ചിട്ട് പറയാം. മാക്സിമം ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ പോസ്റ്റർ കാര്യങ്ങൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ എക്സാം ആണ് 26-ന്.